ഖദീജ റളിയല്ലാഹു തആല അൻഹയോടൊപ്പമുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിലും ചാനലുകളിലും വിവിധങ്ങളായ മീഡിയകളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബ ജീവിതത്തെ പരിഹസിക്കുന്ന തരത്തിൽ ധാരാളം പ്രസംഗങ്ങളും എഴുത്തുകളും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബീവിമാരെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെയും വിവിധ ചാനലുകളിലും മീഡിയകളിലും ഒക്കെയും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ടുള്ളതാണ്. ഇപ്പൊ പീക്ക് ലെവലിൽ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, അതിന്റെ കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം മുസ്ലിം നാമധാരികൾ, പേരിൽ മുസ്ലിം ഉണ്ട്, ആണും പെണ്ണും ഒക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേഴ്സണൽ ജീവിതത്തെ ഭയങ്കരമായി മോശമായി ചിത്രീകരിക്കുന്നത് കാണാറുണ്ട്. അത്തരം ചിന്താഗതികൾ, രീതികൾ, അതിനൊക്കെയുള്ള ഒരു റീപ്ലേ ആണ് ഇൻഷാ അല്ലാഹ് ഈ ഉറൂസ് പരിപാടിയിലൂടെ നമ്മൾ 1.5 മണിക്കൂറിനകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാമമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ബീവിക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നത്, ബീവിയെ അനുസ്മരിക്കുന്നത്, ബീവിയെ സംബന്ധിച്ച് സംസാരിക്കുന്നത്, അത് മുഴുവനും ഇജാബത്തിന്റെ കാരണമാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹയെയും അവിടുത്തെ ജീവിത കഥകളാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം, ഔലിയാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല. അള്ളാഹു നമ്മുടെ മജ്ലിസിന് ഇജാബത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതം, കുടുംബപരമായ ജീവിതം തുടങ്ങുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സുള്ളപ്പോഴാണ്. നല്ല റാഹത്തോടെ ശ്രദ്ധിക്കുക. എനിക്ക് 1.5 മണിക്കൂർ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി, അങ്ങനെ ശബ്ദകോലാഹലം ഉണ്ടാക്കി പ്രസംഗിക്കാൻ അറിയാം. അങ്ങനെ സംസാരിച്ചത് കൊണ്ട് ആർക്കും ഒരു നേട്ടം പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ആ നിയത്തോടുകൂടി എല്ലാവരും ഇൻഷാ അല്ലാഹ് ഖൽബ് കൊണ്ട് കേട്ടാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം നമുക്ക് കിട്ടുന്ന ഒരു മജ്ലിസാക്കി അള്ളാഹു ഈ മജ്ലിസിനെ മാറ്റും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബ ജീവിതം തുടങ്ങുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സുള്ളപ്പോഴാണ്. 25 വയസ്സുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പങ്കാളിയായി കടന്നു വന്നത് ഒരു 17 വയസ്സുള്ള, 16 വയസ്സുള്ള, അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരാളല്ല, 40 വയസ്സുള്ള ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ ബീവിയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പങ്കാളിയായി വരുന്നത്. ഖദീജ ഉമ്മ റളിയല്ലാഹു തആല അൻഹക്ക് 40 വയസ്സുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് 25 വയസ്സേ ഉള്ളൂ. 25 വയസ്സുള്ള ഒരാള് 40 വയസ്സുള്ള ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ കുടുംബജീവിതം? യാ റസൂലല്ലാഹ്, നബിയേ, എങ്ങനെയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഒരു തവണ പോലും ഖദീജ ഉമ്മാനോട് ദേഷ്യപ്പെടേണ്ട, അവരോട് ചൂടാകേണ്ട, അവരെ വഴക്കു പറയേണ്ട അവസ്ഥ എനിക്ക് അല്ലാഹു തന്നിട്ടേ ഇല്ല. ഹബീബിനോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 60 വയസ്സുള്ളപ്പോ ഒരാൾ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങ് ജീവിതത്തിൽ അനുഭവിച്ച വേദനകളിൽ ഏറ്റവും വലിയ വേദന അതേതാണ് നബിയേ? അങ്ങ് ജീവിതത്തിൽ അനുഭവിച്ച വേദനകളിൽ ഏറ്റവും വലിയ വേദന അതേതാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വഫാത്തു ഖദീജ, ഞാൻ അനുഭവിക്കുന്ന വേദനകളിൽ ഏറ്റവും വലിയ വേദന വഫാത്തു ഖദീജത്തുൽ കുബ്റാ, അത് ഖദീജ ബീവിന്റെ വഫാത്താണ്. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായതാണ് ഞാൻ അനുഭവിച്ച വേദനകളിൽ എനിക്ക് ഏറ്റവും അധികം സങ്കടമുണ്ടാക്കിയതെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് പുണ്യ മദീന പള്ളിയിൽ മൂലയിൽ
തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങലു മാറ്റിയ തോർത്തുകരയും പാപി ഞാനാണ്. പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങലു മാറ്റിയ തോർത്തുകരയും പാപി ഞാനാണ്. ആ റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക്, ഞാൻ അനുഭവിച്ച വേദനകളിൽ ഏറ്റവും വലിയ വേദന വഫാത്തു ഖദീജത്തുൽ കുബ്റാ, ഖദീജ ബീവിയുടെ വഫാത്താണ്. 25 വയസ്സിൽ ഹബീബായ തങ്ങൾ വിവാഹം കഴിക്കുന്നത് 40 വയസ്സുള്ള 2 പേര് നേരത്തെ കല്യാണം കഴിഞ്ഞ വിധവയായ ഒരു ബീവിയാണ് നബി തങ്ങൾ കല്യാണം കഴിക്കുന്നത്. ആ ബീവിയുടെ കൂടെ 25 കൊല്ലമാണ് ഹബീബായ തങ്ങൾ ജീവിക്കുന്നത്. ആ ബീവി വഫാത്തായപ്പോ ആ നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയുണ്ടാക്കിയതെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമായ ജീവിതമാണത്, എത്രമേൽ രസകരമാകും, എത്ര സുന്ദരമാണ്. ഹബീബിനേക്കാൾ 15 വയസ്സ് കൂടുതലുള്ള, നബി തങ്ങളെക്കാൾ പ്രായം കൂടുതലുള്ള, നേരത്തെ 2 പേര് വിവാഹം കഴിഞ്ഞ 3-4 കുട്ടികളെ നേരത്തെ പ്രസവിച്ച ബീവിയാണ്. ആ ബീവിയുടെ വിയോഗത്തെ പറ്റി നബി തങ്ങൾ പറഞ്ഞത്, ആ വിയോഗമാണ്, ആ മരണമാണ് ഞാൻ ഏറ്റവും അധികം വേദനിച്ചതെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമായ ജീവിതമാണത്, എത്ര രസകരമായിരിക്കും, എത്രമേൽ മനോഹരമാണ്. യുക്തിവാദി പറയുന്ന പോലെ, ലിബറലിസം തലക്ക് പിടിച്ചവനും പറയുന്ന പോലെ, ആധുനിക ലിബറൽ വാദി പറഞ്ഞു പരുത്തുന്ന പോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിന്റെ പങ്കാളികളെ ബഹുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോ, മാതൃകായോഗ്യമുള്ള കുടുംബ ജീവിതം നയിച്ചിട്ടില്ല എന്ന് നുണകൾ പറയുമ്പോ, നമ്മൾ ഈ ചരിത്രം നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി യുക്തിവാദികൾ നിരന്തരം ആക്ഷേപിക്കുന്ന കാര്യമാണ്. കുടുംബ ജീവിതത്തെ സംബന്ധിച്ചുകൊണ്ട് ആ പരിശുദ്ധിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതം തുടങ്ങുന്നത് ഹബീബിന് 25 വയസ്സുള്ളപ്പോഴാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സുള്ള നേരത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബി തങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ എളാപ്പ നബി തങ്ങളോട് പറഞ്ഞു, മക്കയിൽ വലിയൊരു പണക്കാരി പെണ്ണുണ്ട്, സമ്പന്നയായ ഒരാളുണ്ട് മക്കയിൽ. അവരാണെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ശീലമുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അവരുടെ ബിസിനസ് ട്രൂപ്പിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബീവി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു തരും. കച്ചവടം ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ പട്ടിണിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് 25 വയസ്സേ ഉള്ളൂ. 25കാരനായ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സമ്മതിക്കുകയും ഖദീജ റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശപ്രകാരം ഷാമിലേക്ക് കച്ചവടത്തിന് പോവാൻ. അവിടെ നിന്നാണ് ആ ചരിത്രം തുടങ്ങുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങ് 25 വയസ്സാണ്. ഷാമിലേക്ക് ബിസിനസിന് വേണ്ടി പോയി. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കാണെങ്കിൽ 40 വയസ്സുണ്ട്. അന്ന് ഭർത്താവായിട്ട് ആരുമില്ല, 2 ഭർത്താക്കന്മാരും മരണപ്പെട്ടതാണ്. ആദ്യത്തെ ഭർത്താവിന്റെ പേര് അബൂഹാല എന്നാണ്. അവരിലൂടെ 2 കുഞ്ഞുങ്ങളാണ് ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായത്. ഹിന്ദ് റളിയല്ലാഹു അൻഹയും ഹാല റളിയല്ലാഹു അൻഹയും 2 മക്കളാണ്. ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ബീവി രണ്ടാമതും കല്യാണം കഴിച്ചു. അതിലും കുട്ടികൾ പ്രസവിച്ചു. രണ്ടാമത്തെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ബീവി പറഞ്ഞു, എനിക്ക് ഞാൻ നിക്കാഹ് ചെയ്യുന്നില്ല, ഇനി കല്യാണത്തിന് നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ കച്ചവടമായിട്ട് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവാൻ. മക്കയിലെ സമ്പന്നരായ പ്രമാണിമാരൊക്കെ ബീവിന്റെ മുറ്റത്ത് വന്നു കല്യാണ പ്രപ്പോസലുമായി. 2 ഹസ്ബൻഡ് ഭർത്താക്കന്മാരും മരിച്ചതിന്റെ പേരിൽ ബീവിനെ വിവാഹം ചെയ്യാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് പ്രപ്പോസലുമായിട്ട് പലരും വന്നു നോക്കി. അതിലൊന്നും ബീവി എന്ത് ചെയ്തില്ല, സമ്മതം കൊടുത്തിട്ടില്ല. ഇനി ഞാൻ എൻ്റെ കച്ചവടത്തിലേക്ക് മുന്നോട്ട് പോവാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ കാലം മുന്നോട്ട് നീങ്ങി 40 വയസ്സായി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷാമിലേക്ക് ബിസിനസിന് പറഞ്ഞേക്കുന്നത്. ആ കച്ചവടത്തിൽ പതിവിന് വിപരീതമായ ലാഭം കിട്ടി. സാധാരണ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എത്രയാണോ ഇങ്ങനെ ഒരു ബിസിനസ്സിൽ കിട്ടാറുള്ളത്, അതിന്റെ ഡബിൾ ലാഭം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കച്ചവടത്തിന് പറഞ്ഞയച്ചതിലൂടെ ഹബീബായ തങ്ങൾക്ക് ലഭിച്ചു.
ഭയങ്കരമായ ലാഭം കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്യാരക്ടർ, സ്വഭാവം അത് കൂടെയുള്ള ആളുകൾക്കൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവരൊക്കെ ബീവിനോട്, ഖദീജ ഉമ്മാനോട് പറഞ്ഞു, ഈ ആള് ഭയങ്കര സംഭവമാണ്, ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര കാമാണ്, ഭയങ്കര സ്വഭാവ മഹിമയാണ്, പെരുമാറ്റം നല്ലതാണ്. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പുകഴ്ത്തി പറഞ്ഞു. കൂടെയുള്ള ആളുകളൊക്കെയും സത്യസന്ധനാണ്. ആരോ പറഞ്ഞു കൊടുത്തു, ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഒരു സെർവന്റ് ഉണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ഒരു പേഴ്സണൽ അസിസ്റ്റൻസ്. അവര് ബീവി റളിയ മൈസറ എന്ന പേര്. ബീവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചുകൂടെ? വിവാഹത്തിന്റെ ഒരു പ്രപ്പോസലിന്റെ ദീനിയായ രീതി അങ്ങനെ. ബീവി റളിയല്ലാഹു തആല അൻഹ നേരെ നബി തങ്ങളുടെ അടുത്തേക്ക് പോയതല്ല. ബീവി റളിയല്ലാഹു അൻഹ നേരെ പാരന്റ്സിനോട്, രക്ഷിതാക്കളോട് വിവരം പറഞ്ഞു, ഇന്നാളിന്നാളെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളൊന്ന് കുടുംബക്കാരോട് സംസാരിക്കണം. അതാണ് വിവാഹത്തിന്റെ രീതി. മക്കൾ തമ്മിലല്ല അതിന്റെ തീരുമാനമെടുക്കേണ്ടത്, അതിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് പാരന്റ്സ് തമ്മിലാണ് എന്നതാണ് ദീനിന്റെ നിയമം. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പാരന്റ്സ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്ഷിതാവായിട്ടന്ന് ഉണ്ടായത് അബൂ താലിബ് എന്നവരാണ്. നബി തങ്ങളുടെ ഉപ്പയും ഉമ്മയും ഒക്കെ ചെറുപ്പത്തിൽ വഫാത്തായിട്ടുണ്ട്. ഹബീബായ തങ്ങൾ ഗർഭാശയത്തിൽ ഇരിക്കുന്ന സമയത്ത് വാപ്പ വഫാത്തായിട്ടുണ്ട്. പ്രസവിച്ചു 6 വയസ്സുള്ളപ്പോൾ ഉമ്മയും വഫാത്തായിട്ടുണ്ട്. ആകെ രക്ഷിതാവായിട്ട് പിന്നീടുള്ള കാലം ഉണ്ടായിരുന്നത് അബൂ താലിബ് എന്നാണ്. ഉപ്പയുടെ ബ്രദറാണ്, സഹോദരനാണ്. ഖദീജ ബീവിന്റെ പാരന്റ്സ് നേരെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക്, മഹാനായ അബൂ താലിബ് എന്നവരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങളെ സഹോദര പുത്രനെ എന്റെ മകൾക്ക്, ഞങ്ങളുടെ ഖദീജക്ക് പെണ്ണന്വേഷിച്ചു, പുരുഷനന്വേഷിച്ചു വന്നതാണ്, കെട്ടുബന്ധത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഓക്കെ ആണോ? അബൂ താലിബ് എന്നവർ റസൂലുള്ളാഹി തങ്ങളോട് വിവരം പറയുകയും നബി തങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ദരിദ്രനായ, സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലെ കോടീശ്വരിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യുകയാണ്. കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ ആകെ കുൽമാൽ. മക്കയിലെ സമ്പന്നരെല്ലാവരും പറയാൻ തുടങ്ങി, ഇത്രയും സമ്പന്നയായ ഖദീജ ബീവിക്ക് വട്ടാണോ? ഇത്രയും ദാരിദ്ര്യമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ഖദീജ ബീവിക്ക് എന്തു പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ കഷ്ടപ്പാടിനെ ഇകഴ്ത്തിക്കൊണ്ട്, ഈ പൈസ ഇല്ലാത്ത ഒരാളെയാണോ ഇത്രയും വലിയ സമ്പന്ന കുലീന തറവാട്ടുകാരിയായ ബീവി കല്യാണം കഴിച്ചത്? മക്കത്തെ പൈസക്കാരും പ്രമുഖരെല്ലാവരും കല്യാണം അന്വേഷിച്ചതല്ലേ, എന്തേ അവരെയൊക്കെ റിജക്ട് ചെയ്തിട്ട് ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചത് എന്നും പറഞ്ഞു മക്കയിൽ മുഴുവനും പ്രശ്നം. ഖദീജ റളിയല്ലാഹു തആല അൻഹ നേരെ മക്കയിലേക്ക് വരികയാണ്. കഅബാലയത്തിന്റെ പരിസരത്തേക്ക് വന്നു. അവിടെ ഉറക്കെ വിളിച്ചു പറയുകയാണ്, യാ അഹ്ല മക്ക, മക്കക്കാരേ, മക്ക നിവാസികളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ഉമ്മ മക്കയിൽ ചെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്റെ ഭർത്താവ് ദരിദ്രനാണെന്ന് വിളിച്ചു പറയുന്നത്? എന്റെ മുഴുവൻ സമ്പാദ്യങ്ങള് ഞാൻ എന്റെ ഭർത്താവിന് നൽകാൻ പോവുകയാണ്. ഇന്നു മുതൽ ഏറ്റവും വലിയ സമ്പന്നൻ, ഏറ്റവും വലിയ പണക്കാരന് എന്റെ ഭർത്താവാണേ, മുഹമ്മദാണേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഹബീബായ തങ്ങൾ പ്രവാചകനായിട്ടില്ല, 25 വയസ്സേ ഉള്ളൂ. 40 വയസ്സുള്ള ബീവി ഉറക്കെ പ്രഖ്യാപിച്ചു, എന്റെ സമ്പൽ സമൃദ്ധിയുടെ മുഴുവൻ അധികാരവും ഇന്നു മുതൽ എന്റെ ഭർത്താവിനുള്ളതാണ്. യാ അഹ്ല മക്ക. മക്കയിൽ വല്ലാതെ ഞെട്ടലുളവാക്കി. ഇതെന്തൊരു അവസ്ഥയാണ്? സ്വന്തം ഭർത്താവിനെതിരാളുകൾ പലതും പറഞ്ഞപ്പോ പാറ പോലെ കൂടെ നിൽക്കുകയാണ്. എന്റെ മുഴുവൻ സമ്പാദ്യങ്ങളുടെ ഉടമ എന്റെ ഭർത്താവായ മുഹമ്മദാണേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് അവരുടെ ജീവിതം തുടങ്ങുകയാണ്. യുക്തിവാദികളും അതുപോലെ ദീനീ വിരോധികളും ലിബറലിസം തലയ്ക്ക് പിടിച്ചവരും ആധുനികമായ സ്യൂഡോ ആശയങ്ങൾ പറയുന്നവരുമെല്ലാം ഹബീബായ തങ്ങളുടെ യഥാർത്ഥ ജീവിതം ഒന്ന് പഠിച്ചാൽ ഇത്ര മനോഹരമായി, ഇത്ര ലളിതമായി, ഇത്ര സരളമായി കുടുംബജീവിതം നയിച്ച വേറൊരാള് ഈ ഭൂമി ലോകത്ത് വേറെ കാണാൻ കഴിയുകയേ ഇല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവാണ്.
വളരെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം. പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പലതും വരുമ്പോ ബീവി റളിയല്ലാഹു തആല അൻഹ വളരെ സ്നേഹത്തോടെ പാറ പോലെ ഹബീബിന്റെ കൂടെ നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലോ മറ്റോ പോയി തിരിച്ചു വരുമ്പോ ബീവി റളിയല്ലാഹു തആല അൻഹ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ഹബീബിനെ സ്നേഹത്തോടെ തലോടുകയും ഹഗ് ചെയ്തുകൊണ്ടാണ് വീട്ടിലേക്ക് സ്വീകരിക്കാറുള്ളതെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അത്ര മനോഹരമായ ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലഘട്ടം മുന്നോട്ട് നീങ്ങി ഹബീബിന് 39 കഴിഞ്ഞു 40ലേക്ക് എത്തി. ഖദീജ റളിയല്ലാഹു അൻഹക്ക് അന്ന് 55 വയസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സുള്ളപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 55 വയസ്സാണ്. അപ്പൊ നബി തങ്ങൾ എന്നെയും നുബുവത്തിന്റെ കാലഘട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും ഹിറാ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയ്ക്കുള്ളിലേക്ക് കയറിപ്പോ അവിടെ പോയിട്ടിരിക്കും, ധ്യാനത്തിലിരിക്കും. അവിടെ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഅബാലയം കാണാൻ പറ്റും. പണ്ട് ക്ലോക്ക് ടവർ വരുന്നതിന് മുമ്പ്. ഇന്ന് ഹിറാ ഗുഹന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു പ്രത്യേക ഏരിയ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് ടവർ ആണ് കാണാൻ പറ്റും. ക്ലോക്ക് ടവർ റസൂലുള്ളാഹിന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലോക്ക് ടവർ ഒന്നുമില്ല. അക്കാലത്ത് കാണാൻ പറ്റുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയാണ്. കഅബാലയത്തിലേക്ക് ഇങ്ങനെ നോക്കി അവിടെ ഇങ്ങനെ ഇബാദത്ത് ചെയ്തിരിക്കും. അന്നൊന്നും പ്രവാചകത്വം കിട്ടിയിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായി. 40 വയസ്സ് പൂർത്തിയായി. അപ്പോഴാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടാണ്. നുബുവത്ത് കിട്ടാന്ന് പറഞ്ഞാൽ നബി തങ്ങൾ അതിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉരുവിട്ടു കൊടുക്കാൻ. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. നബി തങ്ങളാകെ പേടിച്ചു പോയി, ബേജാറായി പോയി. എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ. നേരെ വിണന്ന് 5 ആയത്ത് ഖുർആൻ ഓതി കേൾപ്പിച്ചു. അത് കേട്ട് നബി തങ്ങൾ പാരായണം ചെയ്തു. പേടിയും ബേജാറും മാറുന്നില്ല. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴേക്കിറങ്ങി നേരെ ചെല്ലുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ്. മോളെ ഖദീജ, ഖദീജ സമ്മിലൂനി സമ്മിലൂനി ഖദീജ, ആ പുതപ്പ് കൊണ്ട് എന്നെ മൂടുമോ, ആ പുതപ്പിട്ട് മൂടുമോ? പേടിയിലാണ്, ബേജാറിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്, പേടി ബേജാറിലാണ്. ആ പുതപ്പ് കൊണ്ടൊന്ന് മൂടുമോ ഖദീജ? ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വാസം നൽകുകയാണ്, മടിയിലേക്ക് കിടത്തുകയാണ്. വളരെ മനോഹരമായി പറയാണ്, വല്ലാഹി വല്ലാഹി എന്റെ പ്രിയതമനെ, നിങ്ങൾക്കൊന്നുമേ സംഭവിക്കൂല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ യതീമിങ്ങളെ പോറ്റുന്നയാളാണ്, നിങ്ങളെ കുടുംബബന്ധം പുലർത്തുന്നയാളാണ്, ചാരിറ്റി ചെയ്യുന്നയാളാണ്, സത്യസന്ധനാണല്ലോ, നിങ്ങൾക്ക് ഒന്നുമേ സംഭവിക്കൂല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളോട് പറയുകയാണ്. ആശ്വാസത്തിന്റെ വാക്ക് പറയുകയാണ്. അല്ലാതെ നിങ്ങൾ എന്തിനാണ് ആ കുന്നിന്റെ മേലെ പോയിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ ഇരുന്നാ പോരെ എന്നല്ല. വല്ലാഹി പടച്ചോനാണ്, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല, നിങ്ങൾക്കൊരു കുഴപ്പവും വരൂല. നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ പരിശുദ്ധമായ ദീനിന്റെ നുബുവത്ത് ഇറങ്ങുന്ന പശ്ചാത്തലമാണ്. പേടിച്ചു ബേജാറായ സമയത്ത് ഭാര്യയായ മഹദി റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് കൊടുക്കുന്ന വളരെ മനോഹരമായ ആശ്വാസത്തിന്റെ വാക്കുകളാണ്. നിങ്ങൾ മാന്യരിൽ മാന്യനാണ്, സത്യസന്ധനാണ്, കുടുംബക്കാരെ ബന്ധം ചേർക്കുന്നയാളാണ്, നിങ്ങൾ യതീമീങ്ങളെ സംരക്ഷിക്കുന്നവനല്ലയോ, നിങ്ങൾക്കൊരു കുഴപ്പവും വരൂല എന്ന് പറഞ്ഞ് ഞാൻ കൂടെയില്ല എന്ന് പറഞ്ഞിട്ട് ഹബീബിന് ആശ്വാസം കൊടുത്ത ബീവിയാണ് ഖദീജത്തുൽ കുബ്റാ. താഹ്നില തൂമഴയായി പെയ്തൊഴിയുന്നിതാ, طالعنൽ
ശീലകളായി പാടിടുന്നിതാ താഹനില പൂമഴയായി പെയ്തൊഴിയുന്നിതാ ത്വലഅനൽ ശീതകളായി പാടിടുന്നിതാ യാ റസൂലനാ സലാം യാ ഹബീബനാ സലാം യാ റസൂലനാ സലാം യാ ഹബീബനാ സലാം താഹനില പൂമഴയായി പെയ്തൊഴിയുന്നിതാ ത്വലഅനൽ ശീതകളായി പാടിടുന്നിതാ യാ റസൂലനാ സലാം യാ ഹബീബനാ സലാം യാ റസൂലനാ സലാം യാ ഹബീബനാ സലാം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആ മനോഹരമായ ചേർത്തുപിടിക്കൽ, നിങ്ങൾ എന്തിനാണ് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒറ്റക്ക് പോയത്? എങ്ങനെയല്ല നബി തങ്ങളോട് പറയുന്നത്, നിങ്ങൾ മാന്യനിൽ മാന്യനാണ്, നിങ്ങൾ സത്യസന്ധനാണ്, നിങ്ങൾ നല്ലയാളാണ് എൻ്റെ പ്രിയതമനെ, പേടിക്കേണ്ടതില്ല. എന്നെ കേൾക്കുന്ന ഭാര്യമാർക്കുള്ള ഉപദേശമാണിത്. നിങ്ങളുടെ ഭർത്താവിനൊരു പ്രതിസന്ധി വരുമ്പോഴാണ് ഏറ്റവും നല്ല ഭാര്യയായി നിങ്ങൾ മാറേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഏറ്റവും നല്ല പെണ്ണ് അതാരാണെന്നറിയുമോ? ഹബീബായ തങ്ങളോടാ ചോദിക്കപ്പെടുന്നത്. സുഇലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ ഹബീബിനോട് ചോദിക്കപ്പെട്ടു, അയ്യുൻ നിസാഇ ഖൈറുൻ, ഏറ്റവും ഖൈറുള്ള ദീനുള്ള ഭാര്യ അതാരാണ് നബിയേ? അതെങ്ങനത്തെ പെണ്ണാണ് നബിയേ? ഹബീബായ തങ്ങൾ കൊടുത്ത മറുപടി എൻ്റെ ഉമ്മമാര് കേൾക്കണേ. ഇദാ നളറ ഇലൈഹാ സർറതുഹു, അവളുടെ ഭർത്താവിന് സമാധാനം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന പെണ്ണാണോ, അവളാണ് ഏറ്റവും ദീനുള്ള പെണ്ണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ഉമ്മയുടെ വഫാത്താണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഞാൻ അനുഭവിക്കുന്ന വേദനകളിൽ ഏറ്റവും എൻ്റെ ഖൽബിന് വേദന തന്നത് ഖദീജ ഉമ്മയുടെ വഫാത്തിന്റെ സുദിനമാണ്. അങ്ങനെ ഒരാൾ പറയാനുള്ള സിറ്റുവേഷൻ അത്രമേൽ മനോഹരമായിരുന്നു ഖദീജ ബീവി, അത്രമേൽ മനോഹരമായ സ്വഭാവമായിരുന്നു. ആ സ്വഭാവ ഗുണമുണ്ടോ എൻ്റെ ഉമ്മമാരെ? ജീവിതത്തിലെ ഏറ്റവും ഖൈറുള്ള കാര്യം അതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ് അവൾ ഭാര്യയായി മാറിക്കഴിഞ്ഞ അവളിൽ നിന്ന് അല്ലാഹു ഏറ്റവും ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത് നബി തങ്ങൾ പറഞ്ഞു, അവൾ നിസ്കാരം ക്ലിയർ ആക്കലാണ്. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞത് റമളാനിലെ നോമ്പ് ക്ലിയർ ചെയ്യാനാണ്. മൂന്നാമത് അല്ലാഹു ആഗ്രഹിക്കുന്നത് അവൾ അവളുടെ ഭർത്താവിന് സമാധാനം കൊടുക്കലാണ്. ഈ സംഭവം നമ്മൾ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇത്തരം പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. സഹോദരിമാരൊക്കെ അത് പ്രത്യേകം മനസ്സിലാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, സ്വർഗം വേണമെങ്കിൽ ഇളെ കെട്ടിയോന് സമാധാനം കൊടുക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്ന്, നബിയെ കല്യാണം കഴിഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയടിക്ക് കൊടുത്ത മറുപടി ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നിന്റെ ഭർത്താവിന് പൊരുത്തം നേടിക്കോ, ഭർത്താവിന്റെ പൊരുത്തം. ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസ്, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാലിൻ ദഖലത്തിൽ ജന്ന, ഹസ്ബൻഡിന്റെ പൊരുത്തമുണ്ടോ സ്വർഗ്ഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പൊരുത്തം നേടിയെടുക്കാൻ മുഴുവൻ സഹോദരിമാരും കഠിന പരിശ്രമം ചെയ്യണം. ആധുനികതയും ലിബറലിസവും സ്യൂഡോ ഫെമിനിസവും അൾട്രാ മോഡേണിസവും ഒക്കെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ പുൾ ഔട്ട് ചെയ്യുന്നത്.
അതിനൊക്കെ അഡിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണ്ട, ഹസ്ബൻഡിനെ സൈഡാക്കിയിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകണ്ട. സ്വർഗം വേണം, പരലോകത്ത് രക്ഷപ്പെടണം, അള്ളാഹുവിന്റെ പരലോകത്ത് ഖൈറുള്ള ഒരു ജീവിതം കിട്ടണമെന്ന് വല്ല പൂതിയുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസൊക്കെ വേണമെങ്കിൽ നെഞ്ചിലേറ്റിക്കും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതിലൊരു ഒബ്ജക്ഷൻ നമുക്ക് ഒരിക്കലും ഖൽബ് കൊണ്ട് ചിന്തിക്കാൻ പോലും പാടില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. നമുക്കെല്ലാത്തിനും ഉഷാറാണ്, ദിക്റെല്ലാം ഒന്നാം നമ്പറാണ് നമ്മുടെ ഭാര്യമാർ. മജ്ലിസുൻ നൂറിന് നമ്പർ 1 ആണ്. വാളിന്റെ മജ്ലിസിൽ ആണുങ്ങളെ 10 ഇരട്ടി ഉണ്ടാകും പെണ്ണുങ്ങൾ. എല്ലാ ദീനിയായ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഫസ്റ്റ് ആണ്. അവനവന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ എങ്ങനെയുണ്ട് കെട്ടിയോൻ എന്ന് ചോദിച്ചാൽ ഇയാളെ പോലത്തെ ഒരു ഉപദ്രവകാരി ഭൂമിയിൽ വേറല്ലാന്നേ പറയൂ. സ്വന്തം ഭർത്താവിനോട് എപ്പോഴും ഒരു പ്രതിപക്ഷത്തായിരിക്കും, ഓപ്പോസിറ്റ് മൈൻഡിലായിരിക്കും മിക്ക ആളുകളുണ്ടാകും. എല്ലാവരും നല്ല ഞാൻ പറയുന്നത്, ലോകത്തെല്ലാ കെട്ടിയന്മാരും നല്ലത്, സ്വന്തം ഭർത്താവ് ഏറ്റവും മോശക്കാരൻ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലായില്ലേ, നിങ്ങൾ എന്താ എനിക്ക് ചെയ്തെന്നത്, നിങ്ങളെ കൊണ്ട് എന്താ എനിക്ക് കിട്ടിപ്പോയത് എന്ന് ഒരു ഓപ്പോസിറ്റ് മൈൻഡ് ഒരിക്കലും ഉമ്മമാരെ നമ്മൾക്ക് വെച്ചു പുലർത്താൻ പാടുള്ളതല്ല. വളരെ സീരിയസ് ആയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ അവിടെ ആഡ് ചെയ്യാൻ, ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും അധികം അള്ളാഹു കൂലി കൊടുക്കുന്നത് അവൾ നിസ്കരിച്ചാലാണ്. നിസ്കാരത്തിനാണ് ഏറ്റവും കൂലി. അത് കഴിഞ്ഞാൽ പുണ്യ നബി തങ്ങൾ പറഞ്ഞു, റമളാനിലോ പട്ടിണി കിടന്ന് നോമ്പ് കൊടുക്കുന്നുണ്ട്, ആ നോമ്പിനാണ് ഏറ്റവും കൂലി കിട്ടുന്ന രണ്ടാമത്തെ കാര്യം. റസൂലല്ലാഹ് നബിയേ, മൂന്നാമത്തത് അതേതാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നാമത് അല്ലാഹു ഏറ്റവും പ്രതിഫലം നൽകുന്നത് അവൾ ആരാണോ വിവാഹം ചെയ്തത് അവർക്ക് കൊടുക്കുന്ന സമാധാനമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നബി തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും കൂലിയുള്ളത്. ദിക്റിന് നമ്മൾ ഫസ്റ്റ് ആണ്. എല്ലാ കർമ്മങ്ങളും സുന്നത്തായ കർമ്മങ്ങൾക്ക് 1-ാം സ്ഥാനമാണ്. പക്ഷേ ഫർളായ കാര്യമാണ് ഭർത്താവിന് സ്വൈര്യവും സമാധാനവും സന്തോഷവും കൊടുക്കൽ. ആ വിഷയത്തിൽ നമ്മൾ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അമല് ചെയ്തിട്ടും പ്രയോജനമില്ല. എല്ലാം കൊണ്ടും ആഖിറം നമുക്ക് നഷ്ടമാണ്. ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇതാണ് സുന്നത്ത് ജമാഅത്ത്, ഇതാണ് ദീന്, ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ആ രൂപത്തിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം വളരെ മനോഹരാകും. ഇത് അൾട്രാ സ്യൂഡോ ഫെമിനിസ്റ്റുകൾ പറയുന്ന പോലെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ഒരു ഈക്വാലിറ്റി പറയുന്ന ചിന്താഗതിയെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. ആണിന്റെ ഇഷ്ടത്തിന് എനിക്ക് ആണിനെ ഫോളോ ചെയ്യാൻ പറ്റൂല, അനുസരിക്കാൻ പറ്റൂല, എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചുകൊള്ളും എന്ന ഒരു തരം ആധുനികത പുൾ ഔട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആധുനിക നമ്മിലേക്ക് വലിച്ചെറിഞ്ഞു തരുന്ന ഇത്തരം സിദ്ധാന്തങ്ങൾ, ചിന്താഗതികളാണോ ഫോളോ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിൽ നമുക്ക് നാളെ രക്ഷപ്പെടാൻ പറ്റൂല. ഇത് സീരിയസ് ആയിട്ട് ഉമ്മമാരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചു. ആധുനികത ചിന്താഗതികളൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞ് അതൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കുടുംബജീവിതം ഒന്നും സക്സസ് അല്ല. അതാ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് സഹോദരിമാരും അത് കേൾക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ, ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും നല്ലത്, അവരുടെ അത്തരം ലൈഫ് നയിക്കുന്ന കപ്പിൾസ് ആണ് ഏറ്റവും നല്ല കപ്പിൾസ് എന്നൊക്കെ ചിന്തിക്കും. ഒരിക്കലും അല്ല. അവർക്ക് മെന്റലി പേഴ്സണലി അനുഭവിക്കുന്ന വേദനകളും വ്യഥകളും സങ്കടങ്ങളും കഴിഞ്ഞ 5 കൊല്ലത്തിനടുക്ക് 3500ഓളം ആളുകൾക്ക്, ഏകദേശം 3300 സംതിങ് ആളുകൾക്ക് ഞാൻ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും നേരിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഫാമിലി മാരിറ്റൽ കൗൺസിലിംഗ് പരിപാടികളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ, ആധുനിക ചിന്താഗതികൾ ഫോളോ ചെയ്യുന്ന ഫാമിലി ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും, അവർക്ക് ഭയങ്കര അടിപൊളി ലൈഫ് ആയിരിക്കുമെന്നും ഒരിക്കലും ചിന്തിക്കേണ്ട. അത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലും വാട്സപ്പ് സ്റ്റാറ്റസിലും മാത്രമേ ഉള്ളൂ. പേഴ്സണലി ഭയങ്കരമായ ദുഃഖങ്ങളും വിരഹങ്ങളും വേദനകളും ആയിരിക്കും ഉണ്ടാകുന്നത്. യാ റസൂലല്ലാഹ് നബിയേ, എന്റെ വിവാഹം കഴിഞ്ഞു നബിയേ, എന്റെ ഭർത്താവിനോടുള്ള കടമ അതേതാണ് നബിയേ. നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മോളെ, ഒരാളുടെ മുന്നിൽ അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, അവളുടെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുമായിരുന്നു.
എന്ന് മുഹമ്മദുനിൽ മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേന്. അത് വളരെ സീരിയസ് ആയിട്ട് ഉമ്മമാര് മനസ്സിലാക്കണം. ആധുനികമായിട്ടുള്ള വാദങ്ങളുടെ പൊന്നാലെ പോണ്ട. നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഈ പാരമ്പര്യം പോലെ കാണിച്ചു തന്ന രീതിശാസ്ത്രമുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോകും, നീ നിന്റെ ഇഷ്ടത്തിന്, നീ നിന്റെ ലൈഫ്, ഞാൻ എൻ്റെ ലൈഫ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തീരുമാനിക്കണത്. ഓളോള ഇഷ്ടത്തിന്, ആണാണ് ഇഷ്ടത്തിന്. എല്ലാവർക്കും സ്വാതന്ത്ര്യമല്ലേ? സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ദീനിയായി ജീവിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? നാളെ പരലോകം കിട്ടണമെന്ന് പ്ലാൻ ഉണ്ടോ? ദുനിയാവിൽ സമാധാനം കിട്ടണമെന്നോ വല്ല പ്ലാനുമുണ്ടോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വിശുദ്ധമായ ദീനിന്റെ രീതിശാസ്ത്രങ്ങള് മറക്കരുതേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നന്ദികേട് പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഭർത്താവ് എന്ത് ചെയ്തെന്നാലും എന്തേ പൊങ്ങള്. ഞാൻ മുമ്പ് UAE പോയ സമയത്ത് അവിടുത്തെ പ്രവർത്തകർ പറഞ്ഞു, ഉസ്താദേ ഏതായാലും 4-5 ദിവസം ഇവിടെ ഉണ്ട്, നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് ആവശ്യമുണ്ട്. ചെറിയൊരു പോസ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ അവിടുത്തെ നമ്മുടെ കൂട്ടുകാരുള്ള ഗ്രൂപ്പിൽ. ഒരുപാട് പേര് അവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളുകൾ ബുക്ക് ചെയ്തു. ഉസ്താദേ നമ്മൾക്ക് വേണം 1 മണിക്കൂർ, അരമണിക്കൂർ. 10-35ഓളം ഫാമിലിക്ക്, 100ഓളം ഫാമിലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആകെ 35 പേർക്ക് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കപ്പിൾസ് ആയിട്ടാണ് ഉസ്താദ് ഇവിടെ ജീവിക്കുന്നത്. സമാധാനമില്ല. ഭാര്യയുണ്ട്, ഞാനുണ്ട്, അല്ലെ? ആണും പെണ്ണൊക്കെ വന്ന് സങ്കടം പറയുന്നത് സമാധാനം കിട്ടുന്നില്ല. അപ്പൊ കുടുംബാന്തരീക്ഷത്തിൽ സക്സസ് വേണമെങ്കിൽ ഏതോ ഒരുത്തന്റെ ലൈഫ്, അവളെ ലൈഫ്, ഇവന്റെ ലൈഫ് നോക്കിക്കണ്ട. നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ ഖൈർ കണ്ടെത്തിയേ പറ്റൂ. അല്ലാണ്ട് ഓൾ അവിടെ പോകുന്നു, ഇവൻ അവിടെ പോകുന്നു, അവൻ അത്ര ജോലി കിട്ടി, ഇവൻ ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടി, മറ്റൊരു ചക്കനെ കിട്ടി എന്നുള്ള ചിന്താഗതിക്ക് പകരം അല്ലാഹു നിങ്ങൾക്ക് തന്നത് അതിലേക്ക് നോക്കണേ. അവിടെയാണ് അല്ലാഹു ഖൈർ വെച്ചിട്ടുള്ളത്. അവനാനിലുള്ള ഹൈറൊന്നും കാണൂല. എപ്പോഴും കുറ്റം മാത്രം. എന്ത് ചെയ്തെന്നാലും കുറ്റം മാത്രം. എങ്ങനെ നോക്കിയാലും കുറ്റം മാത്രം. അപ്പുറത്തതൊക്കെ നല്ലത്. ആ ചിന്താഗതി കുടുംബജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സമയത്ത് സങ്കടപ്പെട്ട് പേടിച്ച് ബേജാറായി വന്ന നേരത്ത് 15 കൊല്ലം കല്യാണം കഴിഞ്ഞ് 15 കൊല്ലത്തിന് ശേഷം 55 വയസ്സുള്ള ഭാര്യയായ ഖദീജ ബീവി, നബി തങ്ങൾക്ക് 40 ആയിട്ടുള്ളൂ, ഭാര്യക്ക് 55 റളിയല്ലാഹു അൻഹ, ബീവി ഉമ്മ നബി തങ്ങളോട് പറഞ്ഞ കാര്യം എന്താണ്? എന്റെ ഭർത്താവേ, പ്രിയതമനേ, നിങ്ങൾ നല്ല ആളാണ്, മാന്യനാണ്, സത്യസന്ധനാണ്, നിങ്ങൾ കുടുംബത്തെ ചേർത്തു പിടിക്കുന്നവനാണല്ലോ, നിങ്ങൾ യതീമീനെ പോറ്റുന്നവനാണല്ലോ, നിങ്ങൾക്കൊന്നും പറ്റൂല, നിങ്ങൾക്കൊന്നുമേ സംഭവിക്കൂല, ഞാനില്ലയോ, ഞാൻ കൂടല്ലേ, എന്തിനാ പേടിക്കുന്നത്? ഇതായിരിക്കണം ഒരു പെണ്ണിന്റെ സ്വഭാവം. അവിടെ നിന്ന് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഹബീബിന് 40 വയസ്സിൽ നുബുവത്ത് കിട്ടി. നുബുവത്ത് കിട്ടിയതിൽ പിന്നെ കഷ്ടപ്പാട് തുടങ്ങി. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളുമാണ്. ആളുകൾ കല്ലെറിയാൻ തുടങ്ങി. ആളുകൾ ഹബീബിനെ പ്രയാസപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും തുടങ്ങിയ കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ദ്രോഹിക്കാനും പ്രയാസപ്പെടുത്താനും സങ്കടപ്പെടുത്താനും ഒക്കെ തുടങ്ങി. ഖദീജ ഉമർ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണത്? നിങ്ങൾക്ക് പോന്നൂടെ, നിങ്ങൾ ഒഴിവാക്കി പോരി എന്ന് പറഞ്ഞു. വേണ്ടേ വേണ്ട, എന്റെ പ്രിയതമനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഏത് അധികാരം തന്നാലും എത്ര പൈസ തന്നാലും ഞാൻ പോരൂല, ഞാൻ ഉപേക്ഷിക്കൂല എന്ന് പറഞ്ഞ് കഷ്ടപ്പാടിന്റെ നേരത്ത് ഹബീബിന്റെ കൂടെ നിന്നു. ഖദീജത്തുൽ കുബ്റാ, तू शाहे खूबान, तू जाने जाना है चेहरा उम्मुल किताब तेरा, ना बन सकी है ना बन सकेगा मिसाल तेरी, जवाब तेरा, तू शाहे खूबान, तू जाने जाना है चेहरा उम्मुल किताब तेरा, ना बन सकी है
ना बन सकेगा मिसाल तेरी ജവാബ് തേരാ. ഹബീബായ തങ്ങളോടൊപ്പമുള്ള ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയോടൊപ്പമുള്ള ജീവിതമാണ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കടന്നു വരികയാണ്. മാത്രമല്ല 3 കൊല്ലക്കാലം നബി തങ്ങളെ പട്ടിണിക്കിടുകയാണ്. ഇസ്ലാം ദീന് പറയാൻ തുടങ്ങിയപ്പോൾ നാനാഭാഗത്തൊന്നും കഷ്ടപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഭാര്യക്കും കുടുംബത്തിനൊന്നും തിന്നാൻ കൊടുക്കരുത്, ഫുഡ് ഐറ്റംസ് കൊടുക്കരുത്, വിൽക്കരുത്, ഇങ്ങോട്ട് മേടിക്കരുത്. നിങ്ങൾ കണ്ടില്ല, ഗസയിലെ പാവങ്ങളെ ഉപരോധം ഏർപ്പെടുത്തി. അങ്ങോട്ട് ആരും ഫുഡായിട്ട് പോകരുത്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും പ്രവേശനമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻ ആൻഡ് ഔട്ട് ഒരിക്കലും പോസിബിൾ അല്ലാത്ത രൂപത്തിൽ ഒരുപാട് മാസങ്ങൾ ഗസയിലെ മക്കളെ പട്ടിണിക്കിട്ട് കൊന്നു, ആയിരക്കണക്കിന് മക്കളെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും പട്ടിണിക്കിട്ടത് 3 കൊല്ലക്കാലമാണ്. ശഅബു അബീ ത്വാലിബിൽ ആ ചെറിയൊരു ഭൂപ്രദേശത്ത് നബി തങ്ങളും കുടുംബവും പട്ടിണി കിടന്നു. പച്ചിലകൾ ധരിച്ചുകൊണ്ട്, പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ടല്ലയോ ജീവിക്കുന്നത്. ആ സമയത്ത് ഖദീജ ഉമ്മാന്റെ സമ്പത്തെല്ലാം മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. സമ്പത്തൊക്കെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ, അവിടെ പിടിച്ചു വെക്കലോ ഇതൊന്നുമില്ല. പരസ്പരം വളരെ മനോഹരമായ ജീവിതം. പട്ടിണിയും പരിവട്ടവും പ്രയാസവുമാണ്, പക്ഷെ കുടുംബജീവിതം വളരെ രസകരവും മനോഹരവും. നമുക്ക് വലിയ വീടുണ്ട്, അതിൻ്റെ ഉള്ളിൽ സമാധാനമല്ല. നമുക്ക് വലിയ വാഹനമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഷോപ്പിങ്ങിന് ഓളയും കൂട്ടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു 10 കിലോമീറ്റർ ഉഷാറായിട്ട് പോകും. 11ാമത്തെ കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ തല്ല് തുടങ്ങി. പിന്നെ തിരിച്ച് വീട്ടിലെത്തോളും തല്ലാണ് ഉസ്താദേ. ഡൽഹിയിലേക്ക് അങ്ങോട്ടേക്ക് ഉഷാറായിട്ട് പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയിട്ടില്ല ഉസ്താദേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ പട്ടിണിയായിരുന്നു, കഷ്ടപ്പാടുകളാണ്, പക്ഷെ ഉള്ളിൽ സമാധാനമാണ്. അത് ഉള്ളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വഭാവവും ക്യാരക്ടറും അനുസരിച്ചായിരിക്കും. 3 കൊല്ലക്കാലം പട്ടിണിയും പരിവട്ടവും പ്രയാസവും. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പല രൂപത്തിലും ആളുകൾ വന്ന് പ്രലോഭനം ഉണ്ടാക്കി. ഖദീജ, എന്തിനാണ് നിങ്ങൾ ഈ പട്ടിണി കിടക്കുന്നത്? എന്തിനാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത്? നിങ്ങൾ അവിടെ നിന്ന് മടങ്ങിക്കോ, നിങ്ങളുടെ പഴയ മതത്തിലേക്ക് മടങ്ങിക്കോ, നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാം. എന്താണോ വേണ്ടത് അതെല്ലാം ഞങ്ങൾ തന്നേക്കാം. ഖദീജത്തുൽ കുബ്റാ, ഖദീജ റളിയല്ലാഹു തആല പറഞ്ഞു, വേണ്ടേ വേണ്ട, എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട്, എന്റെ ഹബീബിനെ വിട്ടേച്ചുകൊണ്ട് ഞാൻ എവിടേക്കും വരൂല എന്ന് പറഞ്ഞ മഹദിയാണ് ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹാ. 3 കൊല്ലക്കാലത്തെ പട്ടിണിയാണ്. ബീവി റളിയല്ലാഹു അൻഹ രോഗം വന്നു, വല്ലാതെ കലശലായ രോഗം. ആ രോഗം മൂർച്ഛിക്കുകയും ബീവി 65ാമത്തെ വയസ്സിൽ വഫാത്താവുകയാണ്. 65ാമത്തെ വയസ്സിൽ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ വഫാത്തായി പോയി. നബി തങ്ങൾക്ക് അന്ന് വേറെ ഭാര്യയൊന്നുമില്ല, ഖദീജ മാത്രമേ ഉള്ളൂ. ഇവിടെ കൃത്യമായിട്ട് ദീനിനെ എതിർക്കുന്ന നബി തങ്ങളുടെ ക്യാരക്ടറിനെ എതിർക്കുന്ന അൾട്രാ മോഡേണിസ്റ്റുകൾ ഇതൊന്നും പഠിച്ചു നോക്കണം. 25 വയസ്സിൽ അല്ലേ, 25 വയസ്സ് എന്നുള്ള ആ ഒരു ചെറുപ്പത്തിന്റെ ചുറുചുറുക്കുള്ള പ്രായം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10-20 വയസ്സുള്ള പെൺകുട്ടികളൊന്നും കിട്ടാത്ത കാലഘട്ടമാണോ? അല്ല. പക്ഷേ 40കാരിയായ നബി തങ്ങളെക്കാൾ പ്രായം 15 കൂടുതലുള്ള 2 ഭർത്താക്കന്മാര് മരിച്ചുപോയ 2 വൈധവ്യം പേറുന്ന ബീവിയെ, അതും ഉമ്മയായ ബീവിയാണല്ലോ, 3-4 മക്കളുടെ ഉമ്മയായ ബീവിനെ വിവാഹം കഴിഞ്ഞ് അവരെ വഫാത്ത് വരെ ഹബീബ് വളരെ മനോഹരമായാണ് അവരുടെ കൂടെ ജീവിക്കുന്നത്. അവരെ വഫാത്ത് വരെ വേറെ വിവാഹം നബി തങ്ങൾ കഴിച്ചിട്ടില്ല. അത്രമേൽ പരസ്പരം സ്നേഹവും സഹവർത്തിത്വവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വളരെ മനോഹര ജീവിതമാണ്. ബി വഫാത്തായി. എത്രാമത്തെ വയസ്സിൽ? 65ാമത്തെ വയസ്സിൽ. അന്ന് ഹബീബായ തങ്ങളുടെ വയസ്സ് 55 വയസ്സാണ്. 50 വയസ്സാണ്. 50 വയസ്സുള്ള പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 65കാരിയായ ഖദീജ വഫാത്തായി പോയി. നബി തങ്ങൾ മാനസികമായിട്ട് വല്ലാതെ സങ്കടപ്പെട്ടു, ഭയങ്കര ദുഃഖത്തിലും സങ്കടത്തിലും.
വല്ലാത്ത ബേജാറിലാണ്. സ്വഹാബികൾ ഹബീബിന്റെ വീട്ടിലേക്ക് വന്നു. യാ റസൂലല്ലാഹ്, നബിയേ എന്തിനാണ് ഇങ്ങനെ വേദനിക്കുന്നത്? വേറെ വിവാഹം ചെയ്തുകൂടെ? യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളുടെ മുഖം ചുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നബി തങ്ങളുടെ അമ്മായിയുടെ മോള് ഈ ആവശ്യം പറഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഹബീബിനോട്, നബിയെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണ്ട നബിയെ, വേറെ വിവാഹം ചെയ്തുകൂടെ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്. സ്വഹാബ, ഖദീജ ബീവിയെ പോലെയുള്ള വേറൊരാള് എവിടെന്ന് കിട്ടാനാണ്, എവിടെന്ന് ലഭിക്കാനാണ് സ്വഹാബ? അതുകൊണ്ട് വേറെ വിവാഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് മഹാനായ മുഹമ്മദ് മുസ്തഫ. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ട്, ഖൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ട്, അത് കേട്ട് സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ. അതൃപ്പൂവാം ബിലാലിൻ സ്വരനാദം യാ ഹബീബേ. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ. ആ ചെറിയ വീട്ടിന്റെ ഉള്ളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സ്വഹാബത്ത് വരികയാണ്. നബി എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, വേദനിക്കുന്നത്? വേറെ കല്യാണം കഴിക്കുമോ? യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങൾ അതിന് കൊടുത്ത മറുപടിയുണ്ട്. ഖദീജ ബീവിനെ പോലത്തെ നല്ലൊരാള് എനിക്ക് എവിടെന്ന് കിട്ടാനാണ്? പിന്നീട് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് തെളിവാണ്. മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ. ഖദീജയെ പോലത്തെ വേറൊരു പെണ്ണിനെ, ഖദീജ ബീവിനെ പോലത്തെ അത്രമേൽ ഖൈറുള്ള വേറൊരാള് അല്ലാഹു എനിക്ക് വേറെ പകരം തന്നിട്ടില്ല എന്ന് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ആലോചനകളുമായി പലരും വന്നു. വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് 3 കൊല്ലക്കാലമാണ്. ഇവിടൊക്കെ ശത്രുക്കളായ ഇസ്ലാം വിരോധികളായിട്ടുള്ള അൾട്രാ മോഡേണിസം ആളുകൾക്കിടയിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദീനിന് എങ്ങനെയെങ്കിലും അതിൻ്റെ രീതികളെ എങ്ങനെയെങ്കിലും സൈഡാക്കി കളയണമെന്ന് വിചാരിക്കുന്നവരൊക്കെ നബി തങ്ങളുടെ ഈ ക്യാരക്ടർ സ്വഭാവത്തെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. 50 വയസ്സ് നബി തങ്ങൾക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തായി പോയ ഭാര്യക്ക് 35 വയസ്സല്ല 65 വയസ്സാണ്, വൃദ്ധയാണ്. നേരത്തെ 2 ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയ വിധവയാണവർ റളിയല്ലാഹു അൻഹാ. ആ ബി വഫാത്തായി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ബീവിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാര് സ്വഹാബത്തൊക്കെ നബി തങ്ങളോട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കണ്ട നബിയെ. നബി തങ്ങൾ മാനസികമായിട്ട് വല്ലാതെ ഒറ്റപ്പെട്ടു, സങ്കടപ്പെട്ടു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? വേറെ കല്യാണം കഴിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പ്രപ്പോസലുമായി വന്നു. ഇന്നാലിന്റെ സ്വഹാബിന്റെ വീട്ടിൽ മക്കളുണ്ട്, അവർ റെഡിയാണ്, ഇവർ റെഡിയാണ്, വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ നബി തങ്ങൾ ഒറ്റക്ക് ഖദീജ ഉമ്മാന്റെ ഓർമ്മയിൽ വ്യഥയിൽ സങ്കടത്തിൽ ജീവിക്കുന്നത് 3 കൊല്ലാണ്. ആ കാലത്താണ് നിസ്കാരം നിർബന്ധമായത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ായിഫിലേക്ക് നബി തങ്ങൾ പ്രബോധനത്തിലേക്ക് പോയപ്പോ അവിടെയുള്ള ആളുകൾ ഹബീബിനെ വേദനിപ്പിക്കുകയാണ്. ത്വായിഫിലേക്ക് നബി തങ്ങൾ പ്രബോധനത്തിന് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ കല്ലെറിഞ്ഞു, എടുങ്ങാറാക്കി, ബുദ്ധിമുട്ടിച്ചു. നബി തങ്ങൾ അസഭ്യം വിളിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈന്ത മരത്തിന്റെ തായിരുന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതിന്റെ വചനങ്ങളുടെ വാക്കുകൾ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിലുണ്ട്. അല്ലാഹുവേ اللهم إليك أشكو بثي وحزني وقلة حيلتي هواني على الناس. അല്ലാഹുവേ എന്റെ വേദന, എന്റെ സങ്കടം, എന്റെ പരാതി നിന്നോട് ഞാൻ ബോധിപ്പിക്കുകയാണ്. ആളുകൾ എന്നെ കളിയാക്കുന്നു, അവഹേളിക്കുന്നു, കല്ലെറിയുന്നു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ സങ്കടമല്ല ഞാൻ നിന്നോട് പറയാണ് റബ്ബേ. ഇതുവരെ എന്നെ ആശ്വാസം നൽകാൻ എനിക്കെന്റെ ഖദീജ ബീവി ഉണ്ടായിരുന്നു. ഇപ്പൊ ആരുമില്ല റബ്ബേ. അബൂ ത്വാലിബ് കൂടെയില്ല, ഖദീജ ബീവി കൂടെയില്ലല്ലോ. ആശ്വാസത്തിന്, എനിക്ക് പ്രബോധനത്തിന്റെ മുന്നോട്ടുള്ള യാത്രക്ക് ആശ്വാസത്തിന് വല്ലതും വേണമെന്ന് റബ്ബിനോട് പറയുകയാണ്. കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇസ്റാ മിഅ്റാജ് സംഭവിക്കുന്നത്. നബി തങ്ങൾ വീട്ടിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നു. അവിടുന്ന് വാന ആകാശ ലോകത്തേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദർബാറിലേക്ക് നബിതങ്ങൾ അല്ലേ, ആ മാനസികമായി സങ്കടപ്പെട്ട് നിൽക്കുന്ന നബിതങ്ങൾക്കുള്ള ഒരു വലിയ ആശ്വാസമായിരുന്നു ഇസ്റാ മിഅ്റാജ്. ഈ വിഷയത്തിലൊക്കെ ഒരുപാട് മനോഹരമായ ഉദ്ധരണികൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. നിസ്കാരം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മ വഫാത്തായി പോയ ആ അങ്ങേയറ്റത്തെ വിരഹത്തിൽ, വേദനയിൽ അള്ളാഹുവിനോട് പരാതി പറഞ്ഞപ്പോൾ കിട്ടിയതാണ് 5 വക്ത് നമസ്കാരം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. ഓരോ വക്ത് നമസ്കാരവും ഖദീജ ഉമ്മാനോടുള്ള ഹബീബിന്റെ സ്നേഹത്തെ, പ്രണയത്തെ, ഇഷ്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉജ്ജ്വലമായ, വളരെ മനോഹരമായ ആ സ്വഭാവ മഹിമയാണ് ഉണർത്തുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. നമസ്കാരത്തിന്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി, ഇലൈക അഷ്കൂ ബസീ വഹുസ്നി എന്ന ഹബീബിന്റെ പ്രാർത്ഥന പണ്ഡിതന്മാർ രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ അത്രമേൽ വിധങ്ങൾ മാനസികമായിട്ട് ഒറ്റപ്പെട്ടു, സങ്കടപ്പെട്ടു നിൽക്കാൻ. ആലോചനകൾ പല ഭാഗത്തുനിന്നും വന്ന്, വേണ്ട, ബീവിനെ പോലത്തെ ഒരാളെ കിട്ടൂല. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ സിറ്റുവേഷൻ? കല്യാണം കഴിഞ്ഞു 10 കൊല്ലമായി കഴിഞ്ഞു, ഭാര്യയ്ക്ക് 5-6 വയസ്സ് ഇളയതാണവൾ, എന്നാലും അടുത്തുപോയി, സങ്കടാവുന്നു. പഴയ കാലത്ത് ആനന്ദമോ സന്തോഷമോ കിട്ടുന്നില്ല. ഒരു ഉണങ്ങിയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 15 വയസ്സ് കൂടുതലുള്ള ബീവിന്റെ കൂടെ ബീവി വഫാത്തായിട്ടും ആലോചനകൾ പലതും വന്നിട്ടും പറഞ്ഞത്, ബീവിനെ പോലത്തെ ഖൈറുള്ള ഒരാളെ എനിക്ക് കിട്ടൂല, അതുകൊണ്ട് നിങ്ങൾ പെണ്ണന്വേഷിച്ചിട്ട് പോകണ്ട. 3 കൊല്ലമാണ് നബി തങ്ങൾ ഒറ്റക്ക് ജീവിക്കുന്നത്. ഇതെന്തേ? ആധുനികവാദികളും ഇസ്ലാം വിരോധികളും എന്തേ ഈ കഥകൾ പഠിക്കാത്തത്? ഹൈഷ റളിയല്ലാഹു അൻഹയുടെ അല്ലെങ്കിൽ ഹഫ്സ ബീവിയുടെ ഏതെങ്കിലും മദീന ചാപ്റ്ററുകളിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ പ്രായം പറഞ്ഞുകൊണ്ട് ഇസ്ലാം വിരോധികളായ ആളുകൾ ഹബീബായ തങ്ങളുടെ വ്യക്തിത്വത്തെ അവഹേളിക്കുമ്പോൾ, നബി തങ്ങളുടെ വൈവാഹിക ജീവിതത്തിന്റെ A to Z കഥകളൊന്ന് പഠിച്ചാൽ, ഹബീബിനെ പോലെ കുടുംബത്തെ സ്നേഹിച്ച, ഹബീബിനെ പോലെ മാന്യനായ വേറൊരാളെ ചരിത്രത്തിൽ നമുക്ക് എവിടെ നിന്ന് ലഭിക്കാൻ? 3 കൊല്ലം കഴിഞ്ഞു. ഖദീജ വഫാത്തായിട്ട് 3 കൊല്ലം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവാൻ. ആ ചാപ്റ്ററിലാണ്, ആ അധ്യായത്തിലാണ് നബി തങ്ങളുടെ മറ്റു വിവാഹങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ബോധമുള്ള ആളുകൾ മനസ്സിലാക്കണം, 25 വയസ്സ് മുതൽ ആണിന്റെ ഒരു ചുറുചുറുക്കുള്ള മനോഹരമായ പ്രായത്തിൽ 15 വയസ്സ് കൂടുതലുള്ള വൃദ്ധയായ ഒരാളുടെ കൂടെ ഹബീബായ തങ്ങൾ 25 കൊല്ലം ജീവിച്ചു. അവർ വഫാത്താകുന്നവരെ പകുതി സമയത്ത് സ്റ്റോപ്പ് ആക്കിയതല്ല. അവർ വഫാത്തായ നേരത്ത് പിറ്റേത്തെ ആഴ്ച മുതൽ വിവാഹാന്വേഷണവുമായിട്ട് വന്നവരോട്, വേണ്ട, ബീവിന് പോലത്തെ ഒരാളങ്ങക്ക് കിട്ടൂല, അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് 3 കൊല്ലക്കാലം ബീവിന്റെ ഓർമ്മയിൽ, സങ്കടത്തിൽ ജീവിച്ച മഹാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയെ പറ്റിയാണ് കുടുംബത്തെ ബഹുമാനിച്ചിട്ടില്ല, സ്ത്രീകളെ ബഹുമാനിച്ചിട്ടില്ല എന്ന് ആധുനികവാദികൾ, ഇസ്ലാം വിരോധികൾ, യുക്തിവാദി പറഞ്ഞു നടക്കുന്നത്. ഞാൻ ഈ സബ്ജക്ട് പറയാൻ കാരണം, നിങ്ങളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഇൻസ്റ്റഗ്രാം തുറന്നാല് വളരെ ആസൂത്രിതമായിട്ട് പുതുതലമുറയിലേക്ക് ഇത്തരം സംഗതികൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇസ്ലാം വിരോധികളായ ആളുകൾ എങ്ങനെയെങ്കിലും ഇഷ്കാലുണ്ടാക്കണം ആളുകളുടെ കൽവിൽ. ഞാൻ അടുത്തൊരു ഒരു മുസ്ലിം ക്യാമ്പസിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് കാര്യമായിട്ട് വന്ന ക്വസ്റ്റ്യൻസ്, ഒരു 5-6 ക്വസ്റ്റ്യൻസ് പെൺകുട്ടികൾ ചോദിച്ചത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതത്തെ പറ്റി ഇങ്ങനൊരു വീഡിയോ കണ്ടു, ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടു, ഞങ്ങൾക്കതിൽ ഒരല്പം ആശങ്കയുണ്ട്, അതിൽ ഞങ്ങൾക്ക് ആ കാര്യം തെറ്റായി പോയി എന്ന ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. മുസ്ലിം ക്യാമ്പസിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അടുത്തിടെ സംസാരിച്ചത് വലിയ ഞെട്ടലോടെയാ കേട്ടത്. ഇവിടെ നിന്നാണ് ഇവർക്ക് ഹബീബിന്റെ വളരെ ഋജുവായ, വളരെ മനോഹരമായിട്ടുള്ള പളുങ്ക് പോലെയുള്ള ജീവിതത്തെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുമ്പോഴാണ് ഇത്തരം സംശയങ്ങൾ വരുന്നത്. ആസൂത്രിതമായിട്ട് അത്തരം കാര്യങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിബറലിസത്തിന്റെ ഒരു അങ്ങേയറ്റത്തിലേക്ക്, അതിന്റെ ഒരു ടോപ്പ് ക്ലാസ് ലെവലിലേക്ക് നമ്മുടെ സിസ്റ്റം അപ്ഡേറ്റഡ് ആയി മുന്നോട്ട് പോകുമ്പോൾ അതിൽ അഡിക്റ്റ് ആയി പോവുകയാണ് നമ്മുടെ ന്യൂജൻ തലമുറ. അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട വിശുദ്ധ ജീവിതത്തെ നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമയമായ ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. ഇതിന് ശേഷം ബഹുമാനപ്പെട്ട ഖലീൽ ഹുദവി ഉസ്താദിന്റെ വഅദ് കൂടെ നടക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തും ആരോഗ്യവും സുഹത്തും സലാമത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലെത്തി. ഹിജ്റ ആ ചാപ്റ്ററിലാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. സ്വന്തം ഇഷ്ടപ്രകാരമല്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ ഖദീജ ബീവിനെ കല്യാണം കഴിച്ച് 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് വയസ്സ് 15 വയസ്സ് കൂടുതലല്ലേ, നേരത്തെ ഉമ്മയായ പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് വേറെ കെട്ടുമായിരുന്നു. പക്ഷേ അവരുടെ വഫാത്ത് വരെ അവര് മാത്രമാണ് ഹബീബിന്റെ പങ്കാളി. ആ പങ്കാളി വഫാത്തായി 3 കൊല്ലം നബി തങ്ങൾ അവരാലോചിച്ച് ദുഃഖിച്ചിരിക്കുന്നതാണ്. ആ കാലഘട്ടത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ കിതാബിലുണ്ട്. ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ പരിസരത്ത് പോയി നബി തങ്ങൾ കരയാത്ത ഏതൊക്കെ ദിവസങ്ങളുണ്ടോ ആ സമയങ്ങളിൽ പരമാവധി മുത്ത് നബി തങ്ങള് ഖദീജ ഉമ്മാന്റെ ഖബറിന്റെ അരികത്ത് പോയി കരയലുണ്ട് എന്ന് ആ കാലഘട്ടത്തെ വിശദീകരിക്കുന്ന കിതാബിലുണ്ട്. അത്രക്ക് മനോഹര ജീവിതം. അതൊക്കെ നമ്മൾ പഠിക്കണം. ഏതെങ്കിലും ഒരു സൈഡിലുള്ള ചരിത്രം നേരെ ഉൾട്ടാക്കിയിട്ട് ശത്രുക്കൾ പറയുമ്പോഴേക്ക് ശരിയാണല്ലോ, അങ്ങനൊക്കെ ഉണ്ടായോ എന്നൊരു ചെറിയ മൈന്യൂട്ട് ഡൗട്ട് നമ്മുടെ ഖൽബിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇവിടെ ഗൗരവത്തോടെ ഈ വിഷയം നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലെത്തി. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നബി തങ്ങൾ വേറെ വിവാഹം കഴിച്ചത്. ഹബീബിന്റെ കല്യാണങ്ങളെല്ലാം ഒരു തരത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില പരീക്ഷണങ്ങൾ കൂടിയാണ്. അമ്പിയാക്കൾ മനുഷ്യകുലങ്ങളിൽ ഏറ്റവും പരീക്ഷണങ്ങൾ അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്കാണ്. അമ്പിയാക്കളിൽ ഏറ്റവും വലിയ പരീക്ഷണം നേടിയെടുത്തത്, അല്ലെങ്കിൽ പരീക്ഷണം അല്ലാഹു നൽകിയത്, അത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ വിവാഹം ഒരു തരം ത്യാഗമാണ്. നബി തങ്ങൾ കല്യാണം കഴിച്ചതിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പക്കാരിയായ 6 വയസ്സുകാരിയായ 9 വയസ്സിൽ വീട്ടിൽ കൂടിയ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചതിൽ 60 വയസ്സ് കഴിഞ്ഞ സൗദ റളിയല്ലാഹു അൻഹയുണ്ട്. നബി തങ്ങൾ 11 കല്യാണം കഴിഞ്ഞ ഹബീബിന്റെ മഹദിമാരിൽ ഒരാൾ മാത്രമാണ് കന്യകയുള്ളത്. ബാക്കി എല്ലാവരും നേരത്തെ കല്യാണം കഴിഞ്ഞവരാണ്. ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയവരാണ്. വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചതിൽ ആയിഷ ബീവി ഒഴികെ ബാക്കി എല്ലാ വിവാഹങ്ങളും ഒരർത്ഥത്തിൽ ഹബീബിന് അല്ലാഹു നൽകിയ ത്യാഗങ്ങളാണ്. ഖദീജ ഉമ്മാന്റെ ജീവിതം ഒഴികെ മദീന ചാപ്റ്ററിനെ സംബന്ധിച്ച് ഹബീബിന്റെ കല്യാണങ്ങൾ പറയുന്ന ഒരുപാട് മനോഹരമായ ഗ്രന്ഥങ്ങളുണ്ട്. നബി തങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റി പറയുകയാണ്. അല്ലാഹുവിന്റെ വഹയിന്റെ വെളിച്ചത്തിലാണല്ലോ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വേറെ വിവാഹം കഴിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഓരോ ഭാര്യമാരോടും നബി തങ്ങളുടെ സ്വഭാവം. മദീന കാലഘട്ടം തുടങ്ങി പരീക്ഷണങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ അതിന്റെ ഒരു മൂർത്തിഭാവമാണ് മദീന കാലഘട്ടത്തിൽ ആദ്യത്തെ വർഷങ്ങൾ. അതിന്റെ എൻഡിലേക്ക് എത്തുമ്പോഴാണ് മക്കം ഫത്ഹ് ഉണ്ടാകുന്നു. യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ. ആളുകൾ സംഘമായിട്ട്, ഗ്രൂപ്പുകളായിട്ട് വന്നിട്ട് ഇസ്ലാമിലേക്ക് വരുന്നതൊക്കെ മദീന ചാപ്റ്ററിന്റെ എൻഡിങ്ങിലാണ്. സ്റ്റാർട്ടിംഗ് മുഴുവൻ യുദ്ധങ്ങളാണ്. ബദ്ർ യുദ്ധം, ഉഹദ്, ഹുനൈൻ, ഖന്ദഖ്, ഹസാബ്. യുദ്ധസംഘങ്ങളെ
അല്ലെങ്കിൽ അതികഠിനമായ പരീക്ഷണങ്ങളെ, പ്രയാസങ്ങളെ, ശത്രുക്കളായ ആളുകളുടെ അതിക്രമങ്ങളെ കണ്ണിൽ കാണുകയാണ്. പരിശുദ്ധ ഖുർആനിൽ വളരെ മനോഹരമായിട്ടാണ് അതെല്ലാം പറയുന്നത്. ഇങ്ങനെ പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണം, ബുദ്ധിമുട്ടുകളുടെ മേൽ ബുദ്ധിമുട്ട് വരുമ്പോ ആ മുഅ്മിനീങ്ങളായ പാവങ്ങളുടെ ഈമാൻ വർദ്ധിക്കുകയല്ലാതെ അവരുടെ ഈമാൻ രൂഢമൂലമാവുന്ന ആ പരീക്ഷണങ്ങളുടെ കാലമാണ് മദീന കാലഘട്ടം. അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മദീന കാലഘട്ടം അങ്ങനെയാണ്. മക്കയിലും പരീക്ഷണമാണ്, സഹിക്കാൻ പറ്റാതാണ് മദീനത്തോട്ട് പോയത്. മദീനയിൽ എത്തിയപ്പോഴാണ് പ്രതിരോധത്തിന് സമ്മതം കിട്ടുന്നത്. അങ്ങോട്ട് പോയിട്ടുള്ള അറ്റാക്കിംഗ് അല്ല, ഇങ്ങോട്ട് അതിക്രമിക്കാൻ വന്നാൽ നെഞ്ചു വിരിച്ച് കാത്തിരിക്കുന്നതിനു പകരം ഇങ്ങോട്ട് ഇടങ്ങേറാക്കി അതിന്റെ പരിധി വിട്ട് പരിധിയുടെ അങ്ങേയറ്റം എത്തിയപ്പോ മുഅ്മിനീങ്ങളെ നിങ്ങൾ പ്രതിരോധിച്ചുകൊള്ളോ. മക്കയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു യുദ്ധത്തിന് നിന്നിട്ടില്ല. വേണമെങ്കിൽ ആകാമായിരുന്നു. മലക്കുകൾ അന്നുമുണ്ട്, മലക്കുകൾ അന്നും ജീവിച്ചിരിപ്പുണ്ട് അല്ലേ. അള്ളാന്റെ സൃഷ്ടികൾ അള്ളാഹ് വിചാരിച്ചു കഴിഞ്ഞാൽ മക്കത്ത് തന്നെ തൂഫാനാക്കി കളയാം. പക്ഷേ കഠിനാധ്വാനം, കഷ്ടപ്പാട്, കണ്ണുനീര് വളരെ പരിധി വിട്ടപ്പോഴാണ് പ്രതിരോധത്തിന് സമ്മതം കിട്ടിയത്. മദീന കാലഘട്ടം. മദീനയിൽ ബദർ യുദ്ധം കഴിഞ്ഞു. ഒന്ന് രണ്ട് ചരിത്രം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വൈൻഡപ്പ് ചെയ്യാം. മദീനയിൽ ബദർ യുദ്ധം കഴിഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ശത്രുക്കളായ 70 ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ യുദ്ധത്തിൽ തടവുകാരെ വെച്ചിട്ടാണ് പിന്നീടുള്ള യുദ്ധാനന്തര നീക്കുപോക്കുകൾ, പ്രൊസീജിയർ മുന്നോട്ട് പോവുക. തടവുകാരെ വെച്ചിട്ടാണ് വിലപേശൽ. ഇപ്പൊ ഗാസ, അത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവും നമ്മൾ കണ്ടതാണ്. പ്രധാനമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മോട്ടീവ്, അത് സ്റ്റോപ്പ് ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്യാനും അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു റീസണുകളിൽ ഒന്ന് യുദ്ധ തടവുകാരെ ചൊല്ലിയിട്ടുള്ള ചില വിവാദങ്ങൾ. അതിൽ ചില അജണ്ടകൾ അമേരിക്കക്ക് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഈ തടവുകാരെ വെച്ചിട്ടാണ് പിന്നെ വിലപേശൽ ഉണ്ടാകുക. തടവുകാരെ മുഴുവൻ വിട്ടുതരണം, നിങ്ങളത് ഞങ്ങളും വിട്ടുതരാം, അങ്ങനെയാണെങ്കിൽ യുദ്ധം നിർത്തിക്കളയാം. ഇങ്ങനെയൊക്കെ പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് യുദ്ധത്തിൽ വെച്ചിട്ട് കൈയോടെ പൊക്കുന്നവർ, പരിക്കേറ്റ് വീണ് കിടക്കുന്നവർ, ജീവനോടെ കിട്ടുന്ന ആളുകൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ബദ്ർ യുദ്ധത്തിന് മക്കത്ത് 1000-ഓളം ആളുകൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 313 പാവങ്ങളേ ഉള്ളൂ. അള്ളാഹ് മലക്കുകൾ ഇറക്കിയിട്ട് തൂഫാനാക്കി യുദ്ധത്തിൽ ജയിച്ചു. കുറെ എണ്ണം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബിക്കെതിരെ യുദ്ധം ചെയ്യാമെന്ന കുറെ എണ്ണം അവിടെ എന്ത് ചെയ്തു, മരണപ്പെട്ടു. ശത്രുക്കളിൽ നിന്ന് മുഅ്മിനീങ്ങളിൽ കുറച്ചു പേര് ഷഹീദായി ഷഹാദത്ത് വരിച്ചു. ശത്രുക്കൾ തോറ്റോടി. പക്ഷെ 70 ആളെ കൈയോടെ പൊക്കി. എത്ര ആളെ? 70 ആളെ. ഈ 70 ആളെയും കൂട്ടിയിട്ട് മദീനത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഓരോ ഉപാധികൾ നിശ്ചയിച്ചു കൊടുത്തു. നിങ്ങൾ ഒന്നെങ്കിൽ ഇസ്ലാമിലേക്ക് വരണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം, രക്ഷപ്പെടാം. അതല്ലെങ്കിൽ ഇവിടെ ഫൈൻ അടക്കണം, പെനാൽറ്റി അടക്കണം, എന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അതുമല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഡ്യൂട്ടി ഉണ്ട്, ഇവിടെ ടീച്ചിങ് ജോബ് നിങ്ങൾ ഏറ്റെടുക്കണം. ഇവിടെ കുറച്ച് ആളുകൾക്ക് എഴുത്തും വായനയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളിൽ എഴുത്തും വായനയും അറിയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള തടവുകാർക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, കുറച്ച് ജോബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ അതിന്റെ ഫലമായി അതിന്റെ ഒരു റിവാർഡായിട്ട് നിങ്ങളെ ഞങ്ങൾ മോചിപ്പിക്കും. 3 ഓപ്ഷൻ കൊടുത്തു. അലക്സാണ്ടർ ജേക്കബ് ഉണ്ട്, കേരളത്തിന്റെ മുൻ ജയിൽ ഡ്യൂട്ടിയൊക്കെ അതിന്റെ DGP പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹമാണ് ഈ ജയിൽ പുള്ളികൾക്ക് ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ കാര്യമായിട്ട് കേരളത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്തത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജയിൽ പുള്ളികൾ 5, 10, 20 കൊല്ലമൊക്കെ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നു. അവരുടെ ഫാമിലി ചിലപ്പം ഉപ്പയാണ് ജയിലിൽ പോകുന്നതെങ്കിൽ മക്കള് കഷ്ടപ്പാടിലാകുന്നു. ഭർത്താവ് ജയിലിൽ പോയി കഴിഞ്ഞാൽ ഭാര്യയും മക്കളെയും ജീവിതം കഷ്ടപ്പാടിലാകുന്നു. അപ്പൊ അവരുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനെ, അഹിലുകാരെ സംരക്ഷിക്കാൻ അവർക്കൊരു റിവാർഡിന് വേണ്ടിയിട്ട് യുദ്ധ തടവുകാരെ വെച്ചിട്ട് തൊഴിൽ ചെയ്യിപ്പിക്കാം. ഇപ്പൊ അതിന്റെ ശമ്പളം കൂട്ടിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ ഈ ഒരു ആശയത്തെ ജയിൽ ചപ്പാത്തി അല്ലെങ്കിൽ ജയിൽ പുള്ളികളുടെ പല സംഗതികളും നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു ആശയത്തെ അലക്സാണ്ടർ ജേക്കബ് ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ ഡെവലപ്മെന്റ് ചെയ്തെടുത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇതിന്റെ മോട്ടീവ്, ഇങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ ആദ്യം ഈ ഐഡിയ കടെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബദ്ർ ചാപ്റ്ററിൽ വെച്ചുകൊണ്ടാണ്. അവിടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളായ ആളുകൾക്ക് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് യുദ്ധ തടവുകാരാണ്, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിവാർഡായിട്ട് നിങ്ങൾക്ക് മോചനമുണ്ട് എന്ന ആശയത്തിൽ നിന്നാണ് ഞാൻ ജയിലുമായി ബന്ധപ്പെട്ട് ഇത്തരം രീതികൾ ഓപ്റ്റ് ചെയ്തത് എന്നാര് പറഞ്ഞു? അലക്സാണ്ടർ ജേക്കബ്. ആ സംഭവമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബദ്ർ യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ദീനിനെതിരെ, ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നവരെ.
ആ 70 ആളുകളെ നോക്കുന്ന സമയത്ത് അതിലൊരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവാണ്. സ്വന്തം മോളെ ഭർത്താവ്, സ്വന്തം പുതിയാപ്പിള നബി തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ട്. സഹാബികൾ എല്ലാവരും ഉണ്ട് അവിടെ. സ്വന്തം പുതിയാപ്പിളാണെന്ന് വിചാരിച്ചിട്ട് വെറുതെ വിടാൻ പറ്റൂല. അദ്ദേഹത്തോടും ചോദിച്ചു, നിങ്ങൾ എന്താ തീരുമാനിക്കണം? 3 ഓപ്ഷൻ ഉണ്ട്. മുസ്ലിം ആകുന്നുണ്ടോ? ഓപ്ഷൻ കൊടുത്തു. മുസ്ലിം ആകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പെനാൽറ്റി അടിച്ചിട്ട് തിരിച്ചു പോയിക്കോളാം, ഞാൻ പെനാൽറ്റി തന്ന് തിരിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? നേരെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചു. പെനാൽറ്റി അടിച്ചാൽ നിങ്ങൾക്ക് പോകാം. നബി തങ്ങളുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹയുണ്ട്. ബീവി മക്കത്താണ് ജീവിക്കുന്നത്. ഹിജറ സമയത്ത് മദീനത്തോട്ട് പോന്നിട്ടുണ്ടായിരുന്നില്ല. നബി തങ്ങളുടെ കൂടെ ഹിജറക്ക് വന്നിട്ടില്ല. ആരെ? നബി തങ്ങളുടെ മകളായ സൈനബ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയിൽ ഉണ്ടായ മോളാണ്. നബി തങ്ങൾക്ക് 7 മക്കളാണ്. അതിൽ 6 മക്കളെയും ഖദീജ ബീവിയാണ് പ്രസവിച്ചത് റളിയല്ലാഹു അൻഹ. അപ്പൊ ബീവിയിലുള്ള മോളാണ് ആര്? സൈനബ ബീവി. സൈനബ ബീവിന്റെ ഭർത്താവിന്റെ പേര് അബുല്ലാസ് എന്നാണ്. അബുല്ലാസ് അന്ന് മുശ്രിക്കാണ്, മുഅ്മിനല്ല, മുസ്ലിം അല്ല. അന്ന് ഇസ്ലാമികമായ നിയമങ്ങൾ ഇറങ്ങുന്ന സമയമല്ല, ജാഹിലിയത്തിന്റെ സമയം. അന്ന് നിയമങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ വിവാഹം നടന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാണ്. അതിന് മുമ്പാണ് ബീവി റളിയല്ലാഹു തആല അൻഹയെ ഫസ്റ്റിലെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീടാണ് വലാ തൻകിഹുൽ, നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ദീനിയായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാവൂ എന്ന നിയമം, ദീനി ശറഇന്റെ നിയമം ഇറങ്ങുന്നത് പിന്നീടാണ്. ഇത് ആദ്യം നടന്ന വിവാഹമാണ്. തെറ്റിദ്ധരിക്കാതിരിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ നബി തങ്ങളുടെ മകളുടെ ഭർത്താവ് വന്നിട്ടുണ്ട്. ഭർത്താവാണ് എന്ന് കരുതിയിട്ട് വെറുതെ വിടാൻ പറ്റൂല. സ്വാധീനം, ഇൻഫ്ലുവൻസ്, അത് പോസിബിൾ അല്ല. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താ തീരുമാനിക്കണത്? ഓക്കെ, ഞാൻ എന്താ തീരുമാനിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഫൈൻ അടിച്ചിട്ട് പോക്കോളാം. അബുല്ലാസ് പറഞ്ഞു, ഫൈൻ തരാം. നേരൊരാളെ പറഞ്ഞു വിട്ടു മക്കയിലേക്ക്. മക്കത്താണ് ഭാര്യയുള്ളത്. അബുല്ലാസ് ഒരാൾ ഏർപ്പാടാക്കി, നേരെ മക്കത്ത് പോവാ. എന്റെ ഭാര്യയുണ്ട്, സൈനബ ബീവി ഉണ്ട്, റസൂലുള്ളാഹിന്റെ ഭാര്യ മോളാണ്. സൈനബാന്റെ അടുത്ത് റളിയല്ലാഹു അൻഹ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അവര് തരും, അത് ഞാൻ ഇവിടെ ഫൈനായിട്ട് അടിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടോളാം. ദൂതൻ നേരെ മക്കയിലേക്ക് ചെന്നു. സൈനബ ബീവിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ പുതിയാപ്പിള, നിങ്ങളെ ഭർത്താവിനെ നിങ്ങളെ ഉപ്പ പിടിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂലിനെതിരെ യുദ്ധം ചെയ്യാൻ പോയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ട് അവിടെ തടവിലാണ് നിങ്ങളുടെ ഭർത്താവ് ഉള്ളത്. ഫൈൻ അടിച്ചാലേ വിടുള്ളൂ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്തെങ്കിലും തരാൻ നിങ്ങളെ പുതിയാപ്പിള എന്നെ പറഞ്ഞയച്ചതാണ്, തന്നോളൂ എന്ന് പറഞ്ഞു. സൈനബ റളിയല്ലാഹു അൻഹ ഒരു പൊതിയങ്ങ് കൊടുക്കുകയാണ്. ആ പൊതിയുമായി ആ മനുഷ്യൻ നേരെ ചെന്നു അബുല്ലാസിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അബുല്ലാസ് മുത്തുനബിനെ വിളിച്ചിട്ട് ആ പൊതി ഹബീബിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇതാണ് എന്റെ പെനാൽറ്റി, എന്റെ പരിഹാരം ഇതാ ഞാൻ തന്നിരിക്കുന്നു, എന്റെ നഷ്ടപരിഹാരം ഇതാ ഞാൻ തരികയാണ്, അത് സ്വീകരിച്ചു എന്നെ വെറുതെ വിടണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത് തുറക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തുറക്കുകയാണ്. ആ ബോക്സിന്റെ ഉള്ളിലെ പൊതിക്കകത്ത് മനോഹരമായൊരു സ്വർണ്ണമാലയാണ്. ആ മാല കണ്ട് നബി തങ്ങൾ കരയുകയാണ്. ഹബീബ് പൊട്ടി പൊട്ടി കരയുകയാണല്ലോ. സ്വഹാബികളെല്ലാം അങ്ങോട്ട് വന്നു. എല്ലാവരും ചോദിച്ചു, നബിയേ എന്തിനാണ് കരയുന്നത് നബിയേ? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഈ മാല കണ്ടിട്ടാണല്ലോ, ഈ മാല കണ്ടിട്ട് കരയുകയാണ്. ചോദിച്ചു, നബിയേ അതാരുടെ മാലയാ നബിയേ? അതാരുടെ മാലയാ നബിയേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത് വഫാത്തായി പോയ എന്റെ ഭാര്യ ഖദീജ ബീവിന്റെ മാലയാണല്ലോ. ഖദീജ ബീ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നബിയേ സൈനബാക്ക് കല്യാണത്തിനൊന്നും കൊടുത്തിട്ടില്ലല്ലോ, കല്യാണ നേരത്തൊന്നുമേ കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് നബിയേ എന്റെ കഴുത്തിലുള്ള ഈ മാലയുണ്ടല്ലോ, അത് സൈനബാക്ക് കൊടുക്കൂ നബിയേ. ഖദീജ ഉമ്മ ഊരി തന്ന മാലയാ സ്വഹാബ. ഇതാണ് സൈനബാക്ക് എന്ന സമ്മാനം കൊടുത്തത്. എന്റെ ഖദീജ കൊല്ലങ്ങളോളം ധരിച്ച മാല. ഈ മാല കണ്ടപ്പോ ഞാൻ എന്റെ ബീവിനെ ഓർത്തു പോവുകയാണ്. അവരാണ് എനിക്ക് മക്കളെ പ്രസവിച്ചു തന്നത്. അവരാണ് ഔവലുമൻ, ആദ്യമായി ദീനിലേക്ക് വന്നത്. എല്ലാവരും എന്നെ കളവാക്കിയപ്പോ, ജനങ്ങളെല്ലാം
എല്ലാവരും എന്നെ വേദനിപ്പിച്ചപ്പോ ആദ്യമായി എനിക്ക് ആശ്വാസം തന്നത് എന്റെ ഖദീജ ബീവിയാണ്. പരസ്യമായിട്ട് നബി തങ്ങൾ ഭാര്യനെ പുകഴ്ത്തുകയാണ്. ആ ബീവിയിലൂടെയാണ് അല്ലാഹു എനിക്ക് മക്കളെ തന്നതെന്ന് പറഞ്ഞ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമായ ജീവിതം. വർഷങ്ങൾക്ക് ശേഷം ഭാര്യന്റെ ഒരു മാല കണ്ടപ്പോ നബി തങ്ങൾ കരയുകയാണ്. ആ ബീവിയാണ് എനിക്ക് കുഞ്ഞുങ്ങൾ പ്രസവിച്ചു തന്നത്. ആ ബീവിയാണ് എന്റെ കൂടെ നിന്നത്. ആ ബീവിയാണ് എന്റെ എല്ലാ വേദനകളിലും പാറ പോലെ കൂടെ നിന്നത്. ആമുൽ ഹുസ്ൻ എന്നാൽ ദുഃഖവർഷം എന്നാണ്. അത് മുഅ്മിനീങ്ങളുടെ ഇസ്ലാമിലുള്ള ദുഃഖവർഷമായി അറിയപ്പെടുന്നത്. അത് ഖദീജ ഉമ്മന്റെ വഫാത്തിന്റെ കൊല്ലമാണ്. മക്കപുരിയാകെ ആഘോഷരാവ്, മഹിമ ഖുറൈശിയിൽ കല്യാണരാവ്. മക്കപുരിയാകെ ആഘോഷരാവ്, മഹിമ ഖുറൈശിയിൽ കല്യാണരാവ്. മഹബൂബ് റൂഹുൽ അമീനൂരാവ്, മുഹബത്തിൻ ബീവി ത്വാഹിറ വിളങ്ങും രാവ്. റജബി ഖദീജ തുങ്കൽ കനവാലേറി വന്ന് റഹ്മത്തൊളിവായിലങ്കി അരുണനെ പുണർന്ന് അജബാറാടി വിണ്ണും അറുതും മേറി ചന്തം അടരാടി തമസിൽ നെറുവിന്നൂറ് ചിന്തും ഷറഫാം തിരുഹിറുഫാമിവൾ പാകി വസന്തം തൂകി സുഗന്ധം. ആ ഹബീബ് കരഞ്ഞു പറഞ്ഞത്, സ്വഹാബാ ഇവരാണ് എന്റെ കൂടെ നിന്നതെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുന്നേ വഫാത്തായി പോയ ഭാര്യ ആളുകളെ മുന്നിൽ പുകഴ്ത്തിയ പരിശുദ്ധരായ പരിശ്രേഷ്ഠരായ മുഹമ്മദ് മുസ്തഫ അവസാനത്തെ സംഭവത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളെ മദീന ജീവിതം അവസാനത്തോടടുക്കുകയാണ്. ഇസ്ലാം ലോകം മുഴുവനും വ്യാപകമാവുകയാണ്. ഇസ്ലാം എല്ലായിടത്തേക്കും പരക്കുകയാണ്. കേരളത്തിലേക്ക് പോലും അക്കാലത്ത് ദീന് വന്നു. എല്ലായിടത്തേക്കും ദീനിന്റെ പ്രഭ പരക്കുകയാണ്. മക്ക ഫത്ഹിന്റെ വിശുദ്ധമായ നാളുകളാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അന്ന് ജീവിച്ചിരിക്കുന്ന 9 ഭാര്യമാരും 1,00,000-ഓളം സ്വഹാബത്തും ഹബീബിന്റെ കൂടെ മദീനയിൽ നിന്നും മക്കയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഹജ്ജിന് വേണ്ടി പോവുകയാണ്. ഹിജ്റയ്ക്ക് ശേഷം 10 കൊല്ലക്കാലത്തോളം മദീനയിൽ ജീവിച്ച് അവസാനം ലോകം മുഴുവൻ ആ പരിസരം ഹിജാസ് ഒക്കെ കീഴടക്കി ഓടിച്ചു വിട്ട നാട് മുഴുവനും കീഴടക്കിയിട്ട് നാട്ടിലേക്ക് നബി തങ്ങൾ വരിക. 10 കൊല്ലം മുന്നേ മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നതാണ്. അപ്പൊ മദീനയിൽ വെച്ചുകൊണ്ട് കഠിന പരീക്ഷണങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒന്നൊന്നായി. മക്കൾ ഒരു ഭാഗത്ത് ഹബീബിന്റെ വഫാത്തായി പല രൂപത്തിലും ദുഃഖങ്ങളും സങ്കടങ്ങളും പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക കാലഘട്ടത്തിൽ മദീന കാലഘട്ടത്തിൽ അനുഭവിക്കാൻ. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഫത്ഹാവ മക്കം ഫത്ഹ്. മക്കത്തുനിന്ന് പോന്നിട്ട് 10 കൊല്ലായി. സ്വന്തം വീടും കുടിയും നാടും ഒക്കെ വിട്ടിട്ടാ മദീനത്തോട്ട് വന്നത്. ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 62 കഴിഞ്ഞ് 63ന്റെ പശ്ചാത്തലമായി നബി തങ്ങൾ ആ കൊല്ലത്തെ ഹജ്ജിന് വേണ്ടി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. നബി തങ്ങളുടെ കൂടെ 1,00,000-ഓളം സ്വഹാബത്തുണ്ട്. 1,00,000 സ്വഹാബത്ത് ഒരു നാട്ടിൽ നിന്ന് ഓടിച്ച പുണ്യ നബി 1,00,000 സ്വഹാബത്തിന്റെ കൂടെ നബി തങ്ങളുടെ 9 ഭാര്യമാരും കൂടെ ഉണ്ട്. എല്ലാവരും കൂടെ മക്കയിലേക്ക് ഹജ്ജിന് വരിക. അങ്ങനെ വലിയ സംഘമായിട്ട് ഇങ്ങനെ പോകാണ്. വളരെ രസകരമായ ഒരുപാട് സംഭവങ്ങളൊക്കെ നബി തങ്ങളുടെ പത്നിമാരുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. സമയമില്ലാത്തവണ്ണം കിടക്കുന്നില്ല. അങ്ങനെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1,00,000 വരുന്ന വലിയൊരു സംഘത്തെ സ്വീകരിക്കാൻ മക്ക തയ്യാറായി നിൽക്കാൻ. ശത്രുക്കളുടെ എല്ലാ ശല്യവും അവസാനിച്ചു. മക്ക നാട് മുഴുവൻ കീഴടക്കിയിട്ടാ വരുന്നത്. നബി തങ്ങളെ പാട്ടുപാടി സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ. നബി തങ്ങൾ മക്കയുടെ ബോർഡറിൽ പരിശുദ്ധമായ ബോർഡറിലേക്ക് എത്തി. ആ സമയത്ത് സ്വഹാബികൾ ഓരോരുത്തരും ഹബീബിനെ ക്ഷണിക്കാൻ, യാ റസൂലല്ലാഹ് എന്റെ വീട്ടിലേക്ക് വരൂ, യാ റസൂലല്ലാഹ്
എന്റെ വീട്ടിലേക്ക് താമസിക്കാൻ, ഈ ഹജ്ജിന്റെ വേളയിൽ എന്റെ വീട്ടിൽ നിൽക്കാം നബിയേ എന്ന് പറഞ്ഞിട്ട് ഹബീബിനെ എല്ലാ സ്വഹാബത്തും വീട്ടിലേക്ക് വിളിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു വേണ്ടേ വേണ്ട. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ചെല്ലുന്നത് ഖൈമ, എനിക്കൊരു ഖൈമയുണ്ടാക്കി തരണേ. അലാ ഖബരി ഖദീജ, ഇൻദ ഖബരി ഖദീജ ഖദീജത്തുൽ കുബ്രാ. നേരെ എന്റെ വീട് എവിടെയാണ്, എന്റെ സ്ഥലം എവിടെയാണ്, എന്റെ രീതി എവിടെയാണ്, 10 കൊല്ലം മുന്നേ വിട്ടെറിഞ്ഞു പോയ വീട് എവിടെയെന്നല്ല ചോദിച്ചത്, എനിക്കൊരു ടെന്റ് കെട്ടിത്തരുമോ ഖദീജ ബീവിന്റെ ഖബറിന്റെ പരിസരത്ത്. നബി തങ്ങൾ നേരെ ചെല്ലുന്നത് ഖദീജ ബീവിന്റെ ഖബറിന്റെ അടുത്തേക്കാണ്. എവിടെയാണ് എവിടെയാണ് എന്റെ ഖദീജ, കാണുവാനായി ആശയേറെ ഉണ്ട് ഖദീജ. എവിടെയാണ് എവിടെയാണ് എന്റെ ഖദീജ, കാണുവാനായി ആശയേറെ ഉണ്ട് ഖദീജ. എവിടെയാണ് എന്റെ ഖദീജ? ആ ഖബറിന്റെ അടുത്തേക്ക് അവിടെ ഒരു ടെന്റ് കെട്ടിക്കോളൂ, അവിടെ ചെറിയൊരു ടെന്റ് ഉണ്ടാക്കി തന്നോളൂ, ഞാൻ അവിടെ താമസിച്ചു കൊള്ളാം. നബി തങ്ങൾ ആ ഹജ്ജ് തീരുന്നവരെ സമ്പന്നരായ സ്വഹാബത്ത് ഉണ്ടായിരുന്നു, പണക്കാരായ സ്വഹാബത്ത് അവിടെയുണ്ട്. എല്ലാവരും ഉജ്ജ്വലമായ സൗകര്യം ഒരുക്കി വിളിച്ചപ്പോ നബി തങ്ങൾ പോയില്ല, വേണ്ടെന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ ആ ഹജ്ജിന്റെ വേളയിൽ താമസിക്കുന്നത് പ്രിയപ്പെട്ട ഖദീജ ബീവിന്റെ ആ വിശുദ്ധമായ ആ ഖബറിന്റെ പരിസരത്താണ്. ഇതിനെയാണ് കുടുംബ ജീവിത വിജയം എന്ന് പറയുന്നത്. ഭർത്താക്കന്മാര് ധാരാളം ഇവിടെയുണ്ട്. സ്നേഹ സമ്മിശ്രമായ മനോഹരമായ ജീവിതം അവനവന്റെ പങ്കാളിക്ക് നൽകുക എന്ന് പറയുന്നത് അത് ഈമാനിന്റെ ഇഖ്ലാസിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, പുരുഷന്മാരിൽ ഏറ്റവും നല്ലവര് അതാരാണെന്നറിയുമോ? ഇമാം തുർമുദി തങ്ങളുടെ ഒരു ഹദീസിന്റെ ശകലമാണത്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. സ്വഭാവം നന്നാക്കിയവരാണ് ഈമാനിന്റെ സൂപ്പർലറ്റീവ് പ്രയോഗമാണ് നടത്തിയത്, ഏറ്റവും ഈമാനുള്ളവര്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു വഖിയാറുക്കും, ഇത് പറയുമ്പോ മുന്നിലുള്ളത് മഹാന്മാരാകുന്ന സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനെ നോക്കിയിട്ടല്ലേ പറയുന്നത് സ്വഹാബാ വഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവര് ഖിയാറുക്കും ലിനിസാഇഹിം, ആരാണോ അവന്റെ പങ്കാളിയോട് നല്ല പെരുമാറ്റമുള്ളത് അവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. പെരുമാറ്റം നന്നാക്കണം രക്ഷിതാക്കൾ. മക്കൾ പറയാണ് കല്യാണത്തിന് താല്പര്യമില്ല. എത്രയോ ചെറുപ്പക്കാര് കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഉസ്താദേ നിന്റെ അമ്മന്റെ കാര്യം കഷ്ടപ്പാടാണ്, വീട്ടിൽ മിടുക്കിയായ എൻ്റെ ഉമ്മ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരു നിലയോ വിലയോ വീട്ടിൽ ഉമ്മാക്ക് കിട്ടുന്നില്ല. വാപ്പ എപ്പോഴും ഉമ്മാക്കെതിരാണ്. ഇപ്പുറത്ത് അമ്മായിമ്മയുടെ പ്രശ്നം, അമ്മായി ഉപ്പയുടെ പ്രശ്നം, എല്ലായിടത്തും ആട്ടും തുപ്പുമാണ് എൻ്റെ മാതാവിൽ നിന്ന് ഞാൻ കാണുന്നത്. എൻ്റെ ഉമ്മ കരയാത്ത ദിവസങ്ങളില്ല. ബുദ്ധിയുള്ള ചെറുപ്പക്കാരികളായ മക്കൾ പറയുന്നത് അതുകൊണ്ട് ഞാനും കല്യാണം കഴിച്ചാൽ അങ്ങനല്ലേ ഉണ്ടാകുന്നത്, അതുകൊണ്ട് വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. എത്രയെത്ര പെൺകുട്ടികളാണ് അങ്ങനെ തീരുമാനമെടുക്കുന്നത്. നേരിൽ തന്നെ ഒരു മുസ്ലിം ക്യാമ്പസിൽ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അവിടെ മാരിറ്റൽ കല്യാണം അതുമായി ബന്ധപ്പെട്ടു കൂടിയാണ് ക്ലാസ് ഉണ്ടായത്. അവസാനം ഒരു പെൺകുട്ടി ഇന്ററാക്ഷൻ സെഷൻ നടക്കുമ്പോൾ പറഞ്ഞത് ഉസ്താദേ എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല, കാരണം എൻ്റെ ഉമ്മ അനുഭവിക്കുന്നത് ഞാൻ കണ്ണിൽ കാണുകയാണ്, അങ്ങനത്തെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രൂപത്തിൽ നമ്മുടെ പെൺകുട്ടികൾ ചിന്തിച്ചു തുടങ്ങുന്ന കാലം. അതുകൊണ്ട് രക്ഷിതാക്കൾ, ഉപ്പമാര്, ഭർത്താക്കന്മാര് മാതൃകായോഗ്യമായ ജീവിതമാകണം. വീട്ടിൽ കലഹങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിക്കലും കേവലം ഒരു യന്ത്രമായി, പ്രസവിക്കാനുള്ള യന്ത്രം, ഫുഡ് ഉണ്ടാക്കി തരാനുള്ള യന്ത്രം, അല്ലെങ്കിൽ കുട്ടികളെ പ്രസവിക്കാനുള്ള യന്ത്രം, നമ്മൾക്ക് തിന്നാൻ ഉണ്ടാക്കി തരാനുള്ള യന്ത്രം, നമ്മുടെ തുണി കഴുകാനുള്ള യന്ത്രം, നമ്മുടെ വീട്ടിലൊരു വീട്ടുവേലക്കാരി, അങ്ങനെയല്ല ദീൻ ഒരു പെണ്ണിനെ കാണുന്നത്. വളരെ സ്നേഹവും സഹവർത്തിത്വവും സമാധാനവും
ഏറ്റവും നല്ല സ്നേഹവും കൽപ്പിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കുകയും അവരെ വേദനകളിൽ കൂടെ നിൽക്കുന്ന ഭർത്താവായി നമ്മുടെ മക്കൾക്ക് തോന്നണം, എൻ്റെ ഉപ്പാന്റെ കൂടെ ഉമ്മാന്റെ ജീവിതം മനോഹരമാണ്, എൻ്റെ ഉമ്മാന്റെ ജീവിതം ആസ്വദിക്കുന്ന ജീവിതമാണ്, എൻ്റെ ഉപ്പയുടെ ഉമ്മായുടെ ജീവിതം മനോഹരമാണ്. വിവാഹം എന്ന് പറയുന്നത് അത് തടവറയല്ല എന്ന് നമ്മുടെ മക്കൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള മാതൃകാ ജീവിതമാണ് നയിക്കേണ്ടത്. അതാണ് ഹബീബിന്റെ കുടുംബ ജീവിതത്തിൽ നമ്മൾ പഠിച്ചത്. ഖദീജ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദമ്യമായ സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, ഇഷ്ടത്തിന്റെ ഈ കഥകൾ, സംഭവങ്ങൾ നമ്മൾ പറഞ്ഞത്. കൊല്ലങ്ങൾക്ക് മുന്നേ വിട്ടയച്ചു പോയ വീട് പോലും നോക്കാതെ നേരെ ഭാര്യന്റെ ഖബറിന്റെ പരിസരത്തേക്ക് ചെന്ന് അവിടെ ഒരു ടെന്റ് കെട്ടി താമസിക്കുകയും ആ ബീവിയുടെ ഓർമ്മയിൽ ജീവിച്ച പരിശ്രേഷ്ഠരായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ. അതുകൊണ്ട് വേദനിപ്പിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന, ദുഃഖിക്കുന്ന ഒരു ജീവിതം ഒരിക്കലും നമ്മൾ കാഴ്ചവെക്കാൻ പാടുള്ളതല്ല. എത്തുന്നവരെയാണ് ടൈം. ഒന്ന് ഉറപ്പിക്കണേ. ഈ ഭർത്താക്കന്മാരെ നമ്മൾ ഇതിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം പഠിക്കുന്നതിൽ ഈ പാഠങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. ആ ഒരു മാതൃക നമ്മൾ എപ്പോഴും കാണിക്കണം. ഒരു പെണ്ണ് ഭർത്താവിനോട് കാണിക്കേണ്ടതൊക്കെ ഈ വാളിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. ഏറ്റവും പ്രധാന അവന്റെ ഭർത്താവാണ്. അത് കഴിഞ്ഞിട്ടേ മക്കളുള്ളൂ, അത് കഴിഞ്ഞിട്ടേ ആരുള്ളൂ എന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ ഹദീസിന്റെ വെളിച്ചത്തിൽ, ഖുർആന്റെ വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞതാണ്. അത് ഉമ്മമാരൊക്കെ അത് കേട്ട് കഴിഞ്ഞു. ഏറ്റവും പ്രധാനം കെട്ടിയവനാണ്. ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ഭാര്യമാരെല്ലാവരും ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ആരാണോ വിവാഹം കഴിച്ചത് അവരാ. ഉമ്മമാരൊക്കെ അത് ഗൗരവത്തോടെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. നാളെ ദീനിൽ പരലോകത്ത് രക്ഷയുള്ളൂ. നരകത്തിൽ കുറച്ച് പെണ്ണുങ്ങളെ കൂടുതൽ കണ്ടു എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. അവർ തോന്നിയാസം ചെയ്തോരോ ഒരു കള്ളുടിച്ചോരോ അല്ല. നരകത്തിൽ കുറച്ച് പെണ്ണുങ്ങളെ, എല്ലാ പെണ്ണുങ്ങളും നരകത്തിൽ നിന്നല്ല, അങ്ങനെയല്ല. പെണ്ണുങ്ങളൊക്കെ സ്വർഗത്ത് തന്നെയാണ്. അവരൊരുപാട് സേവനം ചെയ്യുന്ന നല്ലവരാണ്. പക്ഷേ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ കൂടുതൽ കണ്ടു. ചോദിച്ചു, നബിയെ അതാരാണ്? അവർക്ക് എന്ത് തെറ്റാ ചെയ്യുന്നത്? അവരെന്തുകൊണ്ടാണ് നരകത്തിൽ പെട്ടുപോയത്? അവർക്ക് എന്തെങ്കിലും അമല് കുറഞ്ഞു പോയത് കൊണ്ടാണോ? സഹാബാ, ഒരിക്കലുമല്ലേ അല്ല. അമലുകളുള്ളവരാണല്ലോ, നിസ്കാരമുള്ളവരാണല്ലോ, നോമ്പും സക്കാത്തും ഉള്ളവരാണല്ലോ. പക്ഷേ അവരവരുടെ ഭർത്താവിനോട് എപ്പോഴും നന്ദികേട് പറയുന്നവരാണ്. അപ്പൊ ഇത് മിക്ക ആളുകളും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. എന്ത് ചെയ്തെന്നാലും ഓപ്പോസിറ്റ് മാത്രം പറയുന്ന ആ ഒരു ശീലം നിർത്തിവെക്കണം. കഷ്ടപ്പാടും പ്രയാസങ്ങളും എല്ലാ വീട്ടിലും ഉണ്ടാകും. അതാണ് ഉമ്മമാര് പ്രൈമറി മനസ്സിലാക്കേണ്ടത്. ഏത് വീട്ടിലും കഷ്ടപ്പാടുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 35 ഫാമിലിക്ക് വേണ്ടി നമ്മുടെ UAE ഒരിക്കൽ പോയ സമയത്ത് കൗൺസിലിംഗ് അവരുമായി സംസാരിച്ചു വന്ന്. അതിൽ 35-ൽ 30-29 കുടുംബവും മില്യണേഴ്സാണ്. ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള കോടീശ്വരന്മാരെ മക്കളുണ്ട്. അതിൽ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ഉന്നത നിലവാരത്തിലുള്ള ജീവിതമാണ്. പക്ഷേ കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ല ഉസ്താദേ. എന്താണ് കാരണമെന്ന് അറിഞ്ഞുകൂടാ. വല്ലാത്ത മടുപ്പും വെറുപ്പുമാണ് പരസ്പരമുള്ളത്. കൊട്ടാരത്തിൽ ഇരുന്ന് കരയുന്ന പെണ്ണുങ്ങളെ ഞാൻ ഒരുപാട് ആളുകൾ അവരുടെ വേദന പറഞ്ഞ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് പൊന്നുമ്മമാരോട് പറയാണ്, ഈമാനുള്ള, ദീനുള്ള, തഖ്വയുള്ള പെണ്ണുങ്ങളായി മാറാൻ നിങ്ങൾക്ക് അല്ലാഹു തന്ന ഭർത്താവിനെ അനുസരിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല പെണ്ണുങ്ങളാകണം. ഒരു നിലക്ക് ഒത്തുപോകാൻ പറ്റൂലെങ്കിൽ വാപ്പാരോട് വിവരം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നല്ല നിലക്ക് പിരിയാം. അതിന് ഓപ്ഷൻ ദീനിലുണ്ട്. ചെറിയൊരു കാരണം ഉണ്ടാകുമ്പോഴേക്ക് വീട്ടിൽ പോയിട്ട് പുയ്യാപ്പിളിന്റെ കുറ്റം മാത്രം പറയുന്ന ശീലം ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങൾക്കിടയിൽ അത് പ്രശ്നങ്ങൾ തീർക്കണം. അതിലപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് നിർത്തുക. ലോകത്തെല്ലാ കെട്ടിയവനും നല്ലത്, എൻ്റെത് മാത്രം മോശപ്പെട്ട, ഒന്നിനും പറ്റാത്ത ഒരു മോയന്തനായ ഒരുത്തനാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മരണം വരെ അതേ ചിന്തിക്കാൻ പറ്റൂ. അത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. പേര് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന ഒരു കപ്പിൾ ഇൻസ്റ്റഗ്രാമിൽ എല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ ചെറിയ ക്ലാസ് പഠിക്കുന്ന എൻ്റെ സിസ്റ്റർ അനിയത്തിനോട് ഞാൻ വിളിച്ചു ചോദിച്ചിട്ട്, പെൺകുട്ടിയാണ് അനിയത്തി, പുള്ളിനോട് അവളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ താത്തായി നീ അറിയോ? ഞാൻ അറിയും. അപ്പൊ എല്ലാവർക്കും അറിയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പേര് പറയുന്നില്ല. അവരിൽ പെട്ട ലേഡി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു പറഞ്ഞു, ഉസ്താദെ എൻ്റെ കുടുംബജീവിതം അങ്ങേയറ്റം താറുമാറാണ്. അപ്പൊ ഞാൻ പ്രൊഫൈൽ തുറന്നു നോക്കും, വളരെ ഫേമസ് ആയ കപ്പിളാണ്.
വളരെ ഫേമസ് ആണ് അവർ. ഞാൻ പറഞ്ഞു നിങ്ങളെ വീഡിയോയിലൊക്കെ ഭയങ്കര സെറ്റപ്പ് ആണല്ലോ, അടിപൊളിയായിട്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും പൈസയായിട്ട് അടിപൊളിയാണല്ലോ, പിന്നെന്താ പ്രശ്നം? ഉസ്താദേ, അതെല്ലാം ഞങ്ങളുടെ അഭിനയമാണല്ലോ. ഒരു വീഡിയോ ഒരു കമ്പനിക്ക് ഷോപ്പിന് ചെയ്തു കൊടുത്താൽ ഞങ്ങൾക്ക് 40,000 മുതൽ 1,00,000 രൂപ പ്രതിഫലമാണ്. 40,000 മിനിമം കിട്ടും, ചിലപ്പോൾ 1,00,000 വരെ പോകും കമ്പനിക്ക് അനുസരിച്ച്. അതുകൊണ്ട് അഭിനയിക്കാണ്. പേഴ്സണൽ ജീവിതം കഷ്ടതയിലാണ്, പൈസക്ക് കുറവില്ല. എനിക്കും അതിൽ പങ്കുണ്ട്. ഞാനും എൻ്റെ ഈ കെട്ടിയവനും തമ്മിൽ ഒരു ആഡ് വീഡിയോ പ്രൊമോഷൻ ചെയ്തു കൊടുത്താൽ എൻ്റെ പെർസെൻറ്റേജ് പൈസ എനിക്ക് കിട്ടും. എൻ്റെ കയ്യിൽ ബാങ്കിൽ പൈസയുണ്ട്. പക്ഷേ കുടുംബ ജീവിതത്തിൽ കരയാത്ത ദിവസങ്ങളില്ല എന്ന് വളരെ പ്രസിദ്ധയായ ഒരു കപ്പിൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അവിടെ ഇവിടെയും കാണുന്ന ലൈഫാണ് റിയൽ ലൈഫ്. എന്തെല്ലോ ആക്കുകയാണ് അവര്. എന്റെ കെട്ടിയോനോ ഒരു ഒന്നിനും പറ്റാത്തൊരു പൊട്ടനാണെന്ന് വിചാരിക്കണ്ട. എല്ലാവരും അവരുടെ പേഴ്സണൽ ദുഃഖങ്ങൾ അവർക്കും അള്ളാഹ്ക്കും അറിയും. ഈ സന്തോഷം മാത്രമേ സ്റ്റോറിയും സ്റ്റാറ്റസും ഇടുള്ളൂ. അത് കണ്ടിട്ട് വീട്ടിലിരുന്ന് കെട്ടിയോനോട് എപ്പോഴും ഓപ്പോസിറ്റ് ആവണ്ട. സ്വർഗവും ആഖിറവും വേണമെങ്കിൽ നിങ്ങൾ ആണുങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. ജോലി ചെയ്യ്, വളരെ കഠിനാധ്വാനം ചെയ്ത് രാവും പകലും ഇല്ലാണ്ടാണ് അല്ലെ. 31-ാം തീയതി ആകുമ്പോൾ ഓരോ പുരുഷന്റെ മനസ്സ് തീയാണ്. 1-ാം തീയതി ആകുമ്പോൾ കുറി കെട്ടണം, അവിടെ ലോൺ അടക്കണം, കടം വീട്ടണം, പൊരന്റെ വീട്, അതിന്റെ വീടിന്റെ പൈസ, മക്കളെ പഠനം, വീട്ടിലെ ചെലവ്, 100 കൂട്ടം ചെലവുകൾ ഓർത്ത് അല്ലെ. ഷോപ്പ് നടത്താണ്, എൻ്റെ റെന്റ് എങ്ങനെ, സാലറി എങ്ങനെ. ബിസിനസ്സുകാരാണെങ്കിൽ എപ്പോഴും സന്തോഷമൊന്നല്ല, മാസം എങ്ങനെ ഒപ്പിക്കുമെന്ന് ബേജാറിലാണ് ഉസ്താദെ മിക്ക ബിസിനസ്സുകാരും പറയാറുള്ളത്. എങ്ങനെ റെന്റ് കൊടുക്കും, എങ്ങനെ സാലറി കൊടുക്കും. ആ ഭർത്താവിന്റെ ഒരേ ഒരാശ്വാസം അയാള് കല്യാണം കഴിച്ച പെണ്ണാണ്. അതാണ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്, ലിതസ്കുനൂ ഇലൈഹാ. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് സമാധാനത്തിനുള്ളതാണ്. ഖദീജ ഉമ്മാന്റെ ചരിത്രമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് കൊടുത്ത ആശ്വാസം. നബി തങ്ങൾ എത്ര തവണയാ പറഞ്ഞത്, എന്റെ ഓരോ പ്രതിസന്ധിയിലും ഏറ്റവും കൂടുതൽ എന്നോടൊപ്പം നിന്നത് ഖദീജത്തുൽ കുബ്റാ, അതെന്റെ ഖദീജ ബീവിയാണ്. സ്വഹാബത്തെ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് ഖദീജയാണ്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ ഒക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തേൻ മലരേ, മന്നാനായച്ച നിലാവേ, മലരായി വീരിഞ്ഞ സിറാജേ, മധുഹോദി പാടാം അസ്സലാം, മദദേകി കനിയോ തിരുസലാം. ആ ഹബീബായ തങ്ങളുടെ ഏത് വിഷമത്തിലും പങ്കാളികളാ കൂടെ നിന്നത്. ഹബീബായ തങ്ങൾക്ക് ഏറ്റവും അധികം സഹായമായത് ഖദീജത്തുൽ കുബ്റാ. ആശ്വാസം കൊടുക്കുന്ന നല്ല പെണ്ണുങ്ങളായി എൻ്റെ ഉമ്മമാരെ നിങ്ങൾ മാറണം, അല്ലെങ്കിൽ നാളെ കഷ്ടപ്പാടായിരിക്കും. അതുപോലെ ഹബീബായ തങ്ങൾ അവിടുത്തെ പങ്കാളികളോട് പെരുമാറിയത് ഏറ്റവും നല്ല പെരുമാറ്റമാണല്ലോ. ആ രീതിയാണ് പുരുഷന്മാരെ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ സ്വർണം കുറഞ്ഞു പോയി പ്രശ്നം ഉണ്ടാക്കുന്ന പുരുഷനാണോ? ഏറ്റവും മോശപ്പെട്ട പുരുഷ സ്വഭാവമാണത്. കാരണം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അവൾക്ക് മാലയ്ക്ക് കനം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ കമ്മല് കിട്ടിയിട്ടില്ല, നിങ്ങൾ വിചാരിച്ചത്ര തൂക്കമുള്ള പവൻ കിട്ടിയില്ല. വിവാഹം കഴിഞ്ഞു 10 കൊല്ലായി, കാണാൻ കോലല്ലല്ലോ, വയറ് ചാടിപ്പോയല്ലോ, ശരീരത്തിന്റെ ഷേപ്പ് മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ഉപദ്രവിച്ച് ഇറക്കി വിട്ട് മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താവാണോ? മാദല്ലാഹ്. നിസ്കാരത്തിന്റെ തയമുണ്ട്, എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവര് ഖിയാറുക്കും ലിനിസാഇഹിം, അവനവന്റെ ഭാര്യയോട്, ഏതോ ഒരുത്തന്റെ ഭാര്യനോടല്ല, സ്വന്തം ഭാര്യയോട് ആരാണോ നന്നായി പെരുമാറുന്നത് അവനാണേ
എന്ന് റസൂലുള്ളാഹ്. തീർന്നില്ല, നബി തങ്ങൾ കൂട്ടി പറയാണ്, ഞാൻ ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഇണകളോട് നല്ല പോലെ പെരുമാറുന്നയാളാണ്. സഹാബ, നിങ്ങളും അങ്ങനെയാവണേ സഹാബ. ആ പെരുമാറ്റം നമ്മൾ നന്നാക്കണം, അപ്പോഴേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. ഒരു വാപ്പൻ്റെ അമ്മ, നിങ്ങൾക്ക് മോളുണ്ടായി, മോളൊരുത്തന് കെട്ടിച്ചു കൊടുത്ത് എന്നും ദുഃഖാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചെയ്യാൻ പാടില്ല. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ശീലം ഒരിക്കലും പാടില്ല. മോൻ കല്യാണം കഴിച്ചുകൊണ്ടോന്ന് സ്വർണം കുറഞ്ഞു പോയി, ഏറ്റവും വലിയ ബേജാറ് പുയ്യാപ്പിൾക്ക് ആയിരിക്കൂല, പുയ്യാപ്പിളിന്റെ അമ്മക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ആയിരിക്കും. ഇങ്ങനെ സ്വത്തിന്റെ മുതലിന്റെ സമ്പൽ സമൃദ്ധിയുടെ പേരിൽ വീട്ടിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കി തീർക്കുന്ന സ്വഭാവം ഒരു ഉമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. രാവിലെ വൈകുന്നേരം ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ രാത്രിയായാൽ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ പിന്നെ കാണുന്നവരോട് മുഴുവനും മരുമകളുടെ കുറ്റം മാത്രം പറയുന്ന ശീലമുള്ളവരാണോ? ആഖിറത്തിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. നിങ്ങളെ മോൻ കെട്ടിക്കൊണ്ടോന്നാന്ന് വിചാരിച്ച് കുറ്റം പറയാൻ ഓപ്ഷൻ ഇല്ല. ഒരാളെ പറ്റിയും ഗീബത്ത് പറയാൻ മുഅ്മിനീങ്ങളെ ഒരു ഓപ്ഷനും അല്ലാഹു നൽകിയിട്ടില്ല. ഇത് സീരിയസ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. എത്രയോ കുടുംബങ്ങൾ അത്തരം സങ്കടങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക് കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. എല്ലാ അമ്മായിമ്മമാരും മനസ്സിലാക്കാം. 3 മക്കളുണ്ട്, ഒരുത്തൻ കെട്ടിയപ്പോൾ 50 കിട്ടി, രണ്ടാമത്തെ മോൻ കെട്ടിയപ്പോൾ 10 കിട്ടിയുള്ളൂ. ഓളെ പിന്നെ ഒന്നിനും പറ്റാത്തവൾ. മൂന്നാമത്തെ മോൻ കെട്ടിയപ്പോൾ 150 കിട്ടി. ഓന്റെ ഭാര്യ ഏറ്റവും മുന്തിയവൾ. ഓളെ പവർ കണ്ട് മറ്റുള്ളവരൊന്നും നോക്കണ്ട, ഓൾ ഉന്നത തറവാട്ടിൽ നിന്ന് വന്നോളാണ്. ഇങ്ങനെ സമ്പത്തിന്റെ പേരിൽ വേർതിരിവ് ചെയ്യാൻ പാടുള്ളതല്ല. ഇത് പുരുഷന്മാരും ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഞാനൊരു സംഭവം പറഞ്ഞുതരാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ പള്ളിയിലേക്ക് ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, ഉസ്താദെ, രാവിലെ 8 മണിക്കാണ് തലേന്ന് വാല് കഴിഞ്ഞ് വളരെ ലേറ്റായിട്ടാണ് വന്നത്. പള്ളിയിലെ സുബഹിസ്കാരം കഴിഞ്ഞു പോയിട്ട് കിടന്നുറങ്ങാൻ. അപ്പൊ 8-8:30 മണിക്ക് റൂമിന് അപാര മുട്ടൽ. കഥകിന്റെ മുട്ട് കേട്ട് ഞാൻ എഴുന്നേറ്റു. നോക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള മനുഷ്യനാ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, ബുദ്ധിമുട്ടിച്ചേലു, സോറി, ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ്. ആരെങ്കിലും വന്നിട്ട് പിരിവിന് ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് അവസരം കിട്ടൂലല്ലോ, അതുകൊണ്ട് നേരത്തെ പോന്നതാണ്. ആയിക്കോട്ടെ. അയാളുടെ ആ ഒരു പ്രായത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കും പാവം തോന്നി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? വയനാട്ടിൽ നിന്നാ വരുന്നത്. സുബഹിസ്കരിച്ച് അവിടെ നിന്ന് വിട്ടതാണ്. രാവിലത്തെ KSRTCക്ക് വിട്ടതാണ് ഉസ്താദെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ നാസ്തയുടെ ആളെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഒരാൾക്കും കൂടെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ഫുഡ് ഏർപ്പാടാക്കി. ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ റെഡിയായി, ഭക്ഷണം കഴിക്കാം. അദ്ദേഹത്തോട് കുറേ സംസാരിച്ചു. അദ്ദേഹം മകളുടെ കല്യാണം കഴിഞ്ഞ് 8 ലക്ഷം കടമാണ്. 2 മോളാണ് ഉണ്ടായിരുന്നത്. 2 ഇരട്ട കുട്ടികളാണ്, ട്വിൻസ് ആണ്. അവ 2 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു. കല്യാണമെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പൊ 8 ലക്ഷം രൂപ കടമാണ്. വളരെ ചെറിയ പവൻ അന്ന് കൊടുത്തിട്ടുള്ളൂ, മക്കൾ സമ്മാനമായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളൂ. എല്ലാ ചെലവും മൊത്തത്തിൽ നോക്കുമ്പോൾ 8 ലക്ഷം ഞാനിപ്പോ കടക്കാരനാണ്. ഉസ്താദെ, എനിക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് സഹായം ചെയ്യിപ്പിച്ചു തരണം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളെ കുറച്ച് സമയമൊക്കെ ആ മനുഷ്യന്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉസ്താദെ, എനിക്ക് 3 മക്കളാണുള്ളത്. 2 പെൺകുട്ടികൾ, ട്വിൻസ് ആണ്, ഇരട്ട കുട്ടികളാണ്. 3ാമത്തെ ഒരു ആൺകുട്ടിയുണ്ട്. 3 മക്കളാ. ഞാൻ ചോദിച്ചു, വീട്ടിൽ ആരൊക്കെയാണ്? ഭാര്യ എല്ലാവരും ഉണ്ടല്ലോ. ഉസ്താദേ, എന്റെ ഭാര്യ ഇന്ന് ഖബറിലാണല്ലോ. എന്റെ ഭാര്യ ഇന്ന് ഖബറിലാണ്. ഭാര്യ എവിടാന്ന് ചോദിച്ചപ്പോ ഭാര്യ ഖബറിലാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ, അത് വലിയ കഥയാണ്. ഞാൻ വയനാട്ടിലെ ഇന്നാലിന്ന നാട്ടിലുള്ള വലിയൊരു പ്രമാണിയായ ഹാജിയാര മോനാണ്. വലിയൊരാളാ പ്രമാണിന്റെ മോനാണ്. എന്റെ വാപ്പാക്ക് ഒരുപാട് മക്കളുണ്ട്. വാപ്പ മരണപ്പെട്ടപ്പോ ഇളയ മകനായ കുഞ്ഞുമോനായ എനിക്കാണ് വീട് കിട്ടിയത്. വീടും എനിക്ക് ഓഹരിയായി 2 ഏക്കർ ഭൂമി, കണ്ണായ റോഡ് സൈഡിലുള്ള 2 ഏക്കർ ഭൂമി എനിക്ക് കിട്ടി. ആ പഴയ തറവാട് പൊളിച്ച് നല്ല വീട് ഞാൻ ഉണ്ടാക്കി. 2 ഏക്കർ ഭൂമിയുണ്ട്, നല്ല വീടുണ്ട് എനിക്ക്. ഉസ്താദേ, കൽപ്പറ്റയിൽ എനിക്ക് കച്ചവടമുണ്ട്. എന്റെ ബിസിനസ് നടക്കുന്ന സ്ഥാപനത്തിന് അപ്പുറത്ത് അങ്ങാടിയിൽ എനിക്ക് കടമുറികളുണ്ട്. ഉപ്പാന്റെ ഓഹരി എനിക്ക് കിട്ടിയത്. മാസാമാസം വാടക കിട്ടുന്ന ഷോപ്പുകളുണ്ട് എനിക്ക്. നല്ല റാഹത്തുള്ള സമൃദ്ധിയുള്ള ജീവിതമായിരുന്നു. ഉസ്താദേ, ഇപ്പോഴാണ് എന്റെ കല്യാണം കഴിഞ്ഞത്. ആ കാലഘട്ടത്തിൽ പറഞ്ഞു പൊന്നു ഓർപ്പിക്കുന്ന കാലമായിരുന്നല്ലോ. 40 പവനാണെന്ന് പറഞ്ഞുറപ്പിച്ചത്. 40 പവൻ. കാരണം ഞാൻ അന്ന് സമ്പന്നനാണ്, ബിസിനസ്സുകാരനാണ്, കച്ചവടക്കാരനാണ്, വലിയൊരു വാപ്പാന്റെ മോനാണ്. വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിലും
ആ വീട്ടിലേളെ മോനാണ്. സ്വന്തമായിട്ട് ഞാൻ തന്നെ വീടും കെട്ടിയതാണ്. അതുകൊണ്ട് വിവാഹ മാർക്കറ്റിൽ അന്ന് എനിക്ക് ഡിമാൻഡ് ഉണ്ട്. 40 പവനാണെന്ന് ഉറപ്പിച്ചത്. 40 പവനും പിന്നെ കുറച്ച് കാശുമാണ് ഉറപ്പിച്ചത്. കല്യാണം കഴിഞ്ഞു വന്ന് നോക്കുമ്പോ ഭാര്യന്റെ പൊന്ന് നോക്കുമ്പോ 30 പവനേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ പ്രശ്നം ഉണ്ടാക്കി. 10 പവൻ കുറഞ്ഞു പോയല്ലോ. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയപ്പോ 3 പവൻ കൂടി എനിക്ക് വീണ്ടും കിട്ടി. അങ്ങനെ 33 പവനായി. പിന്നെയും 7 പവൻ കുറവ്. ആ 7 പവന്റെ പേരിൽ ഞാൻ വല്ലാതെ എന്റെ ഭാര്യനെ ഇടങ്ങേറാക്കി. ആ പവനില്ലാതെ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. ആ സമയത്താണ് അവളെ വാപ്പ മരിച്ചു പോകുന്നത്. അവളൊരു പാവപ്പെട്ട വീട്ടിലെ മോളാണ്. ഭംഗി നോക്കിയിട്ടാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. അതേ 7 പവൻ തരാൻ അവളുടെ ഉപ്പാക്ക് കഴിഞ്ഞില്ല. ആ മനുഷ്യനങ്ങ് മരണപ്പെടുകയാണ്. പിന്നീട് ഞാൻ ഇത് പറഞ്ഞു ദ്രോഹിച്ചതിന് കയ്യും കണക്കുമില്ല. ആ ഇടയ്ക്ക് എന്റെ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു. 2 പെമ്മക്കളാണ്, ഇരട്ട കുട്ടികളാണ്. ഞാൻ പിന്നീടും ദ്രോഹം തുടർന്നു. 7 പവന്റെ കഥ പറഞ്ഞു വല്ലാതെ വേദനിപ്പിച്ചവനാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ വീണ്ടും അവൾ പ്രഗ്നന്റ് ആയി കൺസീവ് ചെയ്തു. അതിലെനിക്കൊരാൺകുട്ടിനെയാണ് അല്ലാഹു നൽകിയത്. ആദ്യം ഒരു ഇരട്ട കുട്ടികളെ കിട്ടി, പിന്നെ ഒരു ആൺകുട്ടിനെ കിട്ടി. ആ പ്രസവത്തിൽ എക്സസായ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എന്റെ ഭാര്യ ഡോക്ടർമാരുടെ പിഴവാണോ മറ്റോ ഒന്നും അറിഞ്ഞുകൂടാ, ബ്ലീഡിങ് വല്ലാതെ കഠിനമായി പോയി. ആ പ്രസവത്തിൽ അവള് മരണപ്പെട്ടു. ഒരു കുഞ്ഞിനെ തന്നവള് മരിക്കുകയാണ്. ആ മനുഷ്യന്റെ 2 കണ്ണും നിറഞ്ഞു. ഇത് കണ്ണൂർ മട്ടന്നൂരിനടുത്ത് പള്ളിയിൽ, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ രാവിലെ 9-9:30 മണിക്ക് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് എന്നോട് ഒരു പ്രായമുള്ള 60 കഴിഞ്ഞൊരു മനുഷ്യൻ കണ്ണ് നിറച്ചു പറയുകയാണ്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ മോനായതുകൊണ്ട്, എനിക്ക് ജ്യേഷ്ഠന്മാര് കുറെ ഉണ്ട്, ഇളയ മോനായതുകൊണ്ട് എൻ്റെ കല്യാണം ഇച്ചിരി ലേറ്റായി പോയിരുന്നു. വിവാഹം കഴിഞ്ഞു. 2 ഇരട്ടക്കുട്ടികൾ, ഒരു പെണ്ണ്, കൂടെ ഒരു പെണ്ണ്, 2 പെൺമക്കൾ. രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് ഒരു ആൺകുട്ടി കിട്ടി. ആ പ്രസവത്തിൽ അവൾ മരിച്ചപ്പോഴാണ് ഒരു ഭാര്യന്റെ വില എനിക്ക് മനസ്സിലായത്. ഈ കുഞ്ഞുമക്കളെ കൊണ്ട് ഞാൻ പെട്ട പെടാപ്പാട്, കഷ്ടപ്പാട് കയ്യും കണക്കുമില്ല. ആളുകളെല്ലാം നിർബന്ധിച്ചു മക്കളെ നോക്കാൻ ആള് വേണ്ടേ. അങ്ങനെ ഞാൻ വേറൊരു കല്യാണം കഴിച്ചു. 2ാമത് കെട്ടിയപ്പോ എനിക്ക് ആദ്യത്തവളെ വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോ 2ാമത്തവൾ എന്നെ വിട്ടുപോയി. പിന്നീട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഈ 2 മക്കൾക്ക് വേണ്ടിയാ പിന്നീട് ജീവിതം. ഒരൊറ്റ കുട്ടികളും പിന്നെ 2ാമത്തെ ഒരു ആൺകുട്ടിയും. ഇങ്ങനെ 3 മക്കൾക്കുള്ള ജീവിതമാണ് പിന്നീട്. എന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ സംഭവം അവസാനിപ്പിച്ചാൽ നമ്മൾ അവസാനിപ്പിക്കും. ഈ മനുഷ്യൻ പറയാണ്, ഞാൻ ഈ 3 മക്കൾക്കും വേണ്ടി ജീവിച്ചു, ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ആ സമയത്താണ് എൻ്റെ ബിസിനസ് തകർന്ന് തരിപ്പണായി പോയത്. ബിസിനസ് ഫ്ലോപ്പായി പോയി. ഈ 60 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ പറയാണ്, ഉസ്താദെ എൻ്റെ 2 ഏക്കർ ഭൂമി വിൽക്കേണ്ടി വന്നു, പുരയും വിൽക്കേണ്ടി വന്നു. വലിയ പരാജയമാണ്. കാരണം സുൽത്താൻ ബത്തേരി പരിസരത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റിൽ ഞാനൊരു കച്ചവടം തുടങ്ങി. പക്ഷേ പാർട്ട്ണറുമായി വല്ലാത്ത ഇഷ്യൂ സംഭവിക്കുകയും ആ ബിസിനസ്സിൽ കംപ്ലീറ്റ് നഷ്ടമാവുകയും കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വന്നു. എൻ്റെ 2 ഏക്കറും എൻ്റെ പുരയിടവും എനിക്ക് വിൽക്കേണ്ടി വന്നു. എൻ്റെ സ്വത്തുവകകൾ കംപ്ലീറ്റ് പോയി. ഞാനൊരു വാടക വീട്ടിലായി. കാലഘട്ടത്തിന്റെ നീതി എന്നോണം എൻ്റെ 2 പെൺകുട്ടികളും വലുതായി പ്രായമായി. അവര് കല്യാണ സമയമായി. ആ ഇടയ്ക്ക് എനിക്ക് കിഡ്നി രോഗം വന്നു. കിഡ്നി രോഗിയായ ഞാൻ, ഷോപ്പുകൾ ഉണ്ടായിരുന്നു, കയ്യിന്ന് പോയി. ബിസിനസ് ഫ്ലോപ്പായി പോയി. 2 ഏക്കറും മനോഹരമായ വീടും വിൽക്കേണ്ടി വന്നു. വാടക വീട്ടിലാണല്ലോ. കിഡ്നി രോഗം കാരണം സാമ്പത്തികമായിട്ട് കടബാധ്യത പിന്നെയും വന്നു. അങ്ങനെ എൻ്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചപ്പോ
ഒരു കമ്മല് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. 7 പവൻ ആഭരണത്തിന്റെ പേരിൽ ഒരു പാവം പിടിച്ച പെണ്ണിനെ വേദനിപ്പിച്ച് കഷ്ടപ്പെടുത്തി പ്രയാസപ്പെടുത്തിയതിന് ദുനിയാവിൽ അല്ലാഹു 2 പെമ്മക്കളെ കെട്ടിക്കാൻ നേരത്തെ ഒരു കമ്മല് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി. അല്ലാഹുവേ, കണ്ണിന്റെ മുന്നിൽ പരാജയവും പ്രതിബദ്ധതയും ഞാൻ അനുഭവിച്ചു. കോടീശ്വരന്റെ മകനായ ഞാൻ ഇന്ന് വാടക വീട്ടിലാണേ. 8 ലക്ഷം രൂപ അത് പിരിക്കാൻ വേണ്ടി ഞാൻ പള്ളികളിലൂടെ നടക്കുകയാണ്. നിങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ വേദനിപ്പിച്ചാൽ അത് നിറത്തിന്റെ പേരിലായാലും അത് വേറെന്തിന്റെ പേരിലാണെങ്കിലും സ്വർണത്തിന്റെ പേരിലായാലും നിങ്ങളുടെ പങ്കാളികളെ വേദനയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ചെയ്താൽ അത് കണ്ണിന്റെ മുന്നിൽ കാണേണ്ടി വരും. ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. മാതാവിനെ പിതാവിനെ എന്നല്ല, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരാളെ, ഒരു മനുഷ്യനായിട്ട് അല്ലാഹു സൃഷ്ടിച്ച ഒരാളെ നിങ്ങൾ വേദന ചെയ്ത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ് ഇത്തഖൂ ദഅവത്തുൽ മദ്ലൂം. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്, ഇവനും പാപിയാണ് മടക്കിടല്ല. ഇവനൊരു തൗബ തരുമോ യാ റസൂലല്ലാഹ്, ഇവനും പാപിയാണ് യാ റസൂലല്ലാഹ്. ഇരുളാം ഖബറന്നെ കാത്തിരിപ്പുണ്ട്, ഇവനൊരു മയ്യിത്താകും നാളതും ഉണ്ട്. മുത്തിൻ തുണയല്ല ദന്തിവർക്കുണ്ട്, മുന്തും മദ്ഹ് പാടി ശിഫാഉം പൂണ്ട്. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലെ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ റസൂലല്ലാഹ്. അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെയും എളുപ്പമാക്കി തരട്ടെ. നമ്മൾ ഇന്ന് 2 മണിക്കൂറോളം പറഞ്ഞ വിഷയം ഖദീജ ഉമ്മാന്റെ ജീവിതത്തിൽ പെരുമാറേണ്ടത്, വീട്ടിൽ പെരുമാറേണ്ടത്, ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം പെരുമാറേണ്ടത്, ആ സ്വഭാവ മഹിമ നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്ന നല്ല ഭർത്താക്കന്മാരും നല്ല ഭാര്യമാരും നല്ല മാതാപിതാക്കളും നല്ല മക്കളുമായ നല്ലൊരു കുടുംബം അല്ലാഹു നമ്മുടേതാക്കി തരട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. വളരെ പ്രൗഢമായ റൂസാണ്. ഇതെല്ലാവരും ഒരിക്കലും നിന്നു പോകാതെ ഇതിന്റെ പ്രൗഢിയിലും ഖൈറിലും തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുപാട് ക്ലബ്ബുകളും സംഘടനകളും ഇവിടെ ഒരുപാട് മക്കളെ ഏതൊരു ക്ലബ്ബ് ആദരിച്ചു. ഇവിടുത്തെ ലൈറ്റിങ്ങും പരിപാടികളും ഇതിന്റെ പ്രൗഢിയൊക്കെയും അല്ലാഹു എന്നും നിലനിർത്തി തരട്ടെ. ഈ റൂസ് കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയെ ഒരുപാട് പ്രഗത്ഭരായ ഇതിന്റെ നേതാക്കന്മാർ, നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട്. മാഷാ അല്ലാഹ് നമ്മുടെ MLA അടക്കം പല ആളുകളും ഇതിനു വേണ്ടി വളരെ മനോഹരമായി അധ്വാനിക്കുകയാണ്. അവർക്കൊക്കെയും എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ എല്ലാവർക്കും ആയുരാരോഗ്യവും ആഫിയത്തും ഇസ്സത്തും സലാമത്തും അല്ലാഹു നൽകട്ടെ. സ്നേഹിതൻ ഖലീൽ ഹുദവിയുടെ ഉസ്താദിന്റെ വാദ അടക്കാണ്. അല്ലാഹു ഉസ്താദിനും ആയുരാരോഗ്യവും ആഫിയത്തും സിഹത്തും സലാമത്തും നൽകട്ടെ. നമുക്കെല്ലാവർക്കും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ സരണിയിൽ പന്ഥാവിൽ പാതയിൽ മഹാരഥന്മാരെ സ്നേഹിക്കുന്ന മഹബത്ത് വെക്കുന്ന പ്രിയം വെക്കുന്ന നല്ല മനുഷ്യന്മാരായി അല്ലാഹു നമുക്കൊക്കെ ജീവിതം തരട്ടെ. അബുദാബിയിൽ മരണപ്പെട്ടു പോയ 4 മക്കൾ, അവരുടെ ഭാര്യ വളരെ പ്രയാസത്തിലാണ്. ഒരു സഹോദരൻ നമ്മളൊക്കെ കണ്ണോണ്ട് കണ്ടതാണ്. അല്ലാഹു അവർക്ക് ക്ഷമയും ആ മരിച്ചുപോയ മക്കൾ ആഖിറത്തിൽ വലിയൊരു മുതൽക്കൂട്ടാക്കി അല്ലാഹു മാറ്റട്ടെ. വിദേശത്തും സ്വദേശത്തൊക്കെയും പ്രവർത്തിക്കുന്ന വളരെ ത്യാഗം ചെയ്യുന്ന മുഴുവൻ കൂട്ടുകാർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം തരട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖലീൽ അവരുടെ ഉമ്മാന്റെ 3ാമത്തെ ആണ്ടാണ്.
അള്ളാഹു ഉമ്മാക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ദുബായിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ബുദ്ധിമുട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അത് സാധിപ്പിച്ച് ഹൈറാക്കി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ വലിയൊരു സ്ഥാപനം ഇവിടെ വരികയാണ്. അള്ളാഹു ഇത് പ്രൗഢിയിൽ നെല്ലിക്കുന്നിൻ്റെ അഭിമാനം കേരളം മുഴുവനും. ഇപ്പം തന്നെ നെല്ലിക്കുന്ന് കേട്ടാൽ അറിഞ്ഞൂടാത്ത ആരുമില്ല. ആ ഒരു പ്രൗഢി അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ എന്നെ നെല്ലിക്കുന്ന് സാഹിബിൻ്റെ നാട് കൂടിയാണ്. അള്ളാഹു ആ പ്രൗഢി എന്നും നമ്മുടെ നാടിന് ഈ സ്ഥാപനത്തിലൂടെയും എല്ലാ അർത്ഥത്തിലും അള്ളാഹു നിലനിർത്തി തരട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.